ഇന്നവർ വീട്ടുമുറ്റത്ത് മുഴുവൻ ദേശീയ പതാക ഉയർത്തി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകങ്ങളായി മാറാൻ ശ്രമിക്കുമ്പോ ഇന്ത്യ അതിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോ നാഗ്പൂരിലെ RSSന്റെ ആസ്ഥാനത്ത് പോലും അവർ ദേശീയ പതാക ഉയർത്തിയിട്ടില്ല. RSS ആസ്ഥാനത്ത് ആദ്യമായി ദേശീയ പതാക ഉയരുന്നത് 2001 എന്ന് വെച്ചാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 55ാം വാർഷികത്തിലാണ്. ആ സ്വാതന്ത്ര്യം ആഘോഷിക്കപ്പെടേണ്ടതാണ് എന്ന തിരിച്ചറിവിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച RSS വരുന്നത്. ഈ 55 വർഷക്കാലം എന്തുകൊണ്ട് ഇന്ത്യയുടെ ദേശീയ പതാക അവർക്ക് അസ്വീകാര്യമായി എന്ന ചോദ്യമുണ്ട്. അവര് ഇന്ത്യയുടെ ദേശീയ പതാകയായി ആ മൂവർണ്ണക്കൊടി അംഗീകരിക്കപ്പെട്ടപ്പോ ആ മൂവർണ്ണക്കൊടിയിലെ 3 നിറങ്ങൾ അശുഭകരമാണ് എന്ന് പറഞ്ഞവരാണ്. ആ 3 നിറമുള്ള പതാകയ്ക്ക് പകരം ഈ രാജ്യത്തിന്റെ പാരമ്പര്യം തുടിക്കുന്ന ഭഗവദ്ധ്വജ അഥവാ കാവ്യ പതാകയാണ് ഈ രാജ്യത്തിന്റെ ദേശീയ പതാകയാവേണ്ടത് എന്ന് പറഞ്ഞ് അരനൂറ്റാണ്ടിലേറെ കാലം ഈ രാജ്യത്തിന്റെ ദേശീയ പതാകയ്ക്ക് നേരെ മുഖം തിരിഞ്ഞു നിന്നവരാണ് സംഘപരിവാർ എന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയണം. നീ എന്താണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? ഇന്ത്യ സ്വതന്ത്രമായി എന്ന് പറഞ്ഞപ്പോ നമ്മൾ ആ സ്വാതന്ത്ര്യം എന്ന വാക്കിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? സ്വാതന്ത്ര്യത്തിന്റെ 2-3 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ജനാധിപത്യപരമായ ചർച്ചകളിലൂടെ രൂപം കൊടുത്ത ഒരു ഭരണഘടനയെ അംഗീകരിക്കുന്നുണ്ട്. ആ ഭരണഘടനയുടെ ആമുഖമാണ് ഇന്ത്യ എന്ന രാജ്യത്തെ നിർവചിച്ചത്. ആ ഭരണഘടനയുടെ ആമുഖമാണ് ഈ രാജ്യം എന്തായിരിക്കും എന്ന് പറഞ്ഞു വെച്ചത്. ആ ആമുഖം പറഞ്ഞത് ഒരു സോവറിൻ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സെക്കുലർ റിപ്പബ്ലിക് ആയിരിക്കും ഈ രാജ്യം എന്നതാണ്. ഇന്ത്യക്ക് അവർ അടിസ്ഥാനപരമായ 4 ഗുണങ്ങൾ കൊടുത്തു. ഇന്ത്യയാകുന്നത് ഈ 4 മൂല്യങ്ങൾ ഈ രാജ്യത്ത് സംരക്ഷിക്കപ്പെടുന്നതാണ്. ഒന്ന് ഇന്ത്യയുടെ പരമാധികാരം, മറ്റൊന്ന് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം, മൂന്നാമത്തേത് ഇന്ത്യയുടെ മതനിരപേക്ഷത, നാലാമത്തേത് ഈ രാജ്യത്തിന്റെ സോഷ്യലിസം. സ്ഥിതി സമത്വമുള്ള മതനിരപേക്ഷമായ ജനാധിപത്യപരമായി നിലനിൽക്കുന്ന പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു രാജ്യമായിരിക്കും ഇന്ത്യ എന്ന് നമ്മുടെ ഭരണഘടന പറഞ്ഞു വെക്കുമ്പോ ഇന്ത്യ എന്തായിരിക്കും എന്ന് അവരെ ഡിഫൈൻ ചെയ്യുകയാണ്. ഈ രാജ്യത്തിന്റെ ഭരണകൂടം ഇന്ത്യ എന്ന രാജ്യത്തെ നിർവചിക്കുന്നു. ഒരുപക്ഷെ 78 വർഷങ്ങൾക്കിപ്പുറത്ത് ഇന്ത്യ എന്ന രാജ്യത്തെ കുറിച്ച് ഒരു സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ രാജ്യം ആ അർത്ഥത്തിൽ മതനിരപേക്ഷമായ, തുല്യത നിലനിൽക്കുന്ന, സാഹോദര്യം നിലനിൽക്കുന്ന, സാമൂഹ്യ നീതി നിലനിൽക്കുന്ന ഒരു രാജ്യമാണോ എന്ന പരിശോധന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പോ ഇന്ത്യ, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സെക്കുലർ രാജ്യമായിരിക്കണം എന്നാണ് പറഞ്ഞു വെച്ചത്. അതിനോട് ചേർത്താണ് സാമൂഹ്യ നീതിയെ കുറിച്ച് പറഞ്ഞു വെച്ചത്. ലോകത്ത് സെക്യുലറിസം എന്ന വാക്കിന് അടിസ്ഥാനപരമായി 2 അർത്ഥങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, സാമൂഹ്യ ജീവിതത്തിന്റെ ഒരു മേഖലയിലേക്കും മതത്തിന് പ്രവേശനം അനുവദിക്കാത്ത, മതം തീർത്തും വ്യക്തിനിഷ്ഠമായി തുടരുന്ന ഒരു സെക്യുലറിസം ഉണ്ട്. ഇപ്പൊ ലോക ഭൂപടത്തിൽ 90% മനുഷ്യർ മുസ്ലിങ്ങളായി താമസിക്കുന്ന ഒരു രാജ്യമായിരുന്നു തുർക്കി. ആ തുർക്കിയിലെ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നിരോധിക്കപ്പെടുന്ന, തലമറച്ച് പൊതുവിടത്തിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയാത്ത, മതത്തെ സമ്പൂർണമായും പൊതുജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ നിന്ന് ആട്ടിപ്പായിക്കുന്ന അൾട്രാ സെക്യുലറിസത്തിന്റെ ഒരു ഭൂതകാലം മുസ്തഫ കമാൽ അത്താതുർക്കിന്റെ ഒക്കെ കാലത്ത് തുർക്കിക്ക് ഉണ്ടാകുന്നുണ്ട്. ലോക ഭൂപടത്തിൽ മതവിരാസത്തെ, നിരീശ്വരവാദത്തെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ച ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ പേര് അൽബേനിയ എന്നായിരുന്നു. അൽബേനിയ എന്ന് പറയുന്ന രാജ്യം ഏതെങ്കിലും ഒരു മതമല്ല, മറിച്ച് നിരീശ്വരത്വമായിരിക്കും ഞങ്ങളുടെ ഔദ്യോഗിക മതം എന്ന് പ്രഖ്യാപിക്കുന്ന ആ കാലത്ത് അൽബേനിയയുടെ ഭരണാധികാരിയുടെ പേര് അൻവർ ഹോജ എന്നായിരുന്നു. അങ്ങനെ ഒരു സെക്യുലറിസം ഉണ്ട്. പൊതുജീവിതത്തിന്റെ ഒരു മണ്ഡലത്തിലും മതത്തിന് പ്രവേശമില്ലാത്ത, നിങ്ങളുടെ വീടിന്റെ അകത്തളത്തിലും നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തും മാത്രം മതത്തിന് അസ്തിത്വമുള്ള സമ്പൂർണമായ, ഏറ്റവും തീവ്രമായ ഒരു മതേതരത്വം. സ്വതന്ത്ര ഭാരതം സഞ്ചരിച്ചത് ആ വഴിയിലായിരുന്നില്ല. ഇന്ത്യ മതേതരത്വത്തെ നിർവചിച്ചത്
ഈ രാജ്യത്ത് ഭരണകൂടത്തിന് മതമുണ്ടാവില്ല എന്നാണ്. പൗരന്മാർക്ക് മതമാകാം, ആ മതം വിശ്വസിക്കാം, അത് ആചരിക്കാം, പൊതുമണ്ഡലത്തിൽ ആ മതം പ്രബോധനം ചെയ്യാം. പക്ഷെ ഇന്ത്യയിലെ ഗവൺമെന്റിന്, ഈ രാജ്യത്തെ സ്റ്റേറ്റ് അത് മതനിരപേക്ഷമായിരിക്കും എന്ന നിലപാട് സ്വീകരിച്ചു. ഞാൻ ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ അടിസ്ഥാനം എന്റെ മുൻപിലിരിക്കുന്ന വാഴക്കാട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരോട് പറയുന്നത്, ലോകത്തെവിടെയും മതനിരപേക്ഷത നിർവചിക്കപ്പെട്ടതുപോലെയല്ല ഇന്ത്യയിൽ മതേതരത്വം നിർവചിക്കപ്പെട്ടത് എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടാനാണ്. എന്നിട്ട് ഇന്ത്യ കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ഇത് സാമൂഹ്യ നീതിയെക്കുറിച്ച്, തുല്യതയെക്കുറിച്ച് ഈ രാജ്യത്തെ പൗരന്മാർ അവർ സംസാരിക്കുന്ന ഭാഷ ഏതുമാകട്ടെ, അവരേത് ലിംഗത്തിൽപ്പെട്ടവരുമാകട്ടെ, അവർ പിറന്നതെവിടെയും ആകട്ടെ, അവരുടെ മതമേതുമാകട്ടെ, അവരുടെ ജാതി ഏതുമാകട്ടെ, അവരുടെ സാമ്പത്തികമായ അസമത്വങ്ങൾ എന്തുമാകട്ടെ, അതിനൊക്കെ അപ്പുറത്ത് ഈ രാജ്യം അതിന്റെ പൗരന്മാരോട് വിവേചനം കാണിക്കില്ലെന്ന് ഇന്ത്യ പറഞ്ഞു വച്ചു എന്നതാണ്. നിങ്ങൾ ആ സാമൂഹ്യ നീതിയുടെ സങ്കല്പത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കണം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ പിറന്നു വീണ അന്ന് ലോക ഭൂപടത്തിൽ പിറന്നു വീണ മറ്റൊരു രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ പേര് പാകിസ്ഥാൻ എന്നാണ്. പാകിസ്ഥാൻ പിറന്നു വീണപ്പോ, ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ 2 രാജ്യങ്ങൾ ഉണ്ടായപ്പോ, ഈ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ബ്രിട്ടൻ പിന്മാറിയപ്പോ അവര് മുൻവിധിയോടെ ഒരു പ്രവചനം നടത്തി. അവര് പറഞ്ഞത് ഇന്ത്യക്ക് അതിജീവിക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യക്ക് പൊതുവായ ഒരു മതമില്ല, പൊതുവായ ഒരു ഭാഷയില്ല. പൊതുവായതിനേക്കാൾ വൈവിധ്യങ്ങളെയും വൈരുദ്ധ്യങ്ങളെയുമാണ് ഇന്ത്യ അതിന്റെ ഗർഭത്തിൽ പേറുന്നത് എന്നതുകൊണ്ട് ആഭ്യന്തര സംഘർഷങ്ങളിൽ ശിഥിലീകരിക്കപ്പെടുന്ന ലോക ഭൂപടത്തിൽ നിന്ന് ഏറ്റവും സമീപ ഭാവിയിൽ അപ്രത്യക്ഷമാകുന്ന ഒരു രാജ്യമായിരിക്കും ഇന്ത്യ എന്നവർ പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞത് പാകിസ്ഥാൻ മതം അവർക്ക് നൽകുന്ന ഐക്യത്തിന്റെ പേരിൽ അതിജീവിച്ചേക്കാം എന്നാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ മഹാനായ പണ്ഡിറ്റ് നെഹ്റുവിന്റെ പ്രസംഗം കേട്ട് സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലേക്ക് കൺതുറന്ന ഇന്ത്യ എന്ന രാജ്യം അതിന്റെ അതിരുകളിൽ മാറ്റമില്ലാതെ പിന്നിട്ട ഈ 78 വർഷക്കാലത്തിനിടയിൽ ഒരു ദിവസം പോലും രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് അടിപ്പെടാതെ, പട്ടാള അട്ടിമറികളില്ലാതെ, ആഭ്യന്തര സംഘർഷങ്ങളില്ലാതെ ഇന്നും ലോക ചരിത്രത്തിന്റെ മുൻപിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്നു. നമ്മുടെ രാജ്യം ഒരു ദിവസം പോലും പട്ടാള ഭരണത്തിലേക്ക് പോയില്ല. നമ്മുടെ രാജ്യത്തിന്റെ അതിരുകൾക്ക് അന്നും ഇന്നും മാറ്റം സംഭവിച്ചില്ല. പക്ഷേ 1947 ഓഗസ്റ്റ് 15 നിലവിൽ വന്ന പാകിസ്ഥാൻ എന്ന രാജ്യം ഇപ്പോൾ ലോക ഭൂപടത്തിൽ അതേ രൂപത്തിൽ നിലവിലുണ്ടോ? ഉണ്ടോ? നിങ്ങളങ്ങനെ കരിങ്കല്ല് പോതിരുന്നാൽ ഇത് വല്ലാതെ നീണ്ടുപോകും. നിങ്ങളും കൂടി നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ലോക ഭൂപടത്തിൽ 47 ഓഗസ്റ്റ് 15 പിറന്നു വീണ പാകിസ്ഥാൻ എന്ന രാജ്യം അതേ മട്ടിൽ നിലവിലുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. നമുക്കറിയാം, ഇപ്പോ സംഘർഷ ഭൂമിയായി മാറുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യമുണ്ട്. ആ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന ഒരു രാഷ്ട്രീയ അഭയാർത്ഥിയായി ഇന്ത്യയുടെ രാജ്യ തലസ്ഥാനത്ത് ഇപ്പോൾ താമസിക്കുന്നുണ്ട്. 1971 ലോക ഭൂപടത്തിലേക്ക് ബംഗ്ലാദേശ് എന്ന രാജ്യം പിറന്നു വീഴുന്നത്. കൃത്യം 53 വർഷങ്ങൾക്ക് മുൻപ് ആ ബംഗ്ലാദേശ് പിറന്നു വീണത് പാകിസ്ഥാന്റെ ഗർഭത്തിൽ നിന്നാണ്. പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്നും കിഴക്കൻ പാകിസ്ഥാൻ എന്നും 2 ഭൂപ്രദേശങ്ങൾ, അത് രണ്ടും പാകിസ്ഥാനായിരുന്നു. പക്ഷെ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ താമസിക്കുന്ന ഉറുദു സംസാരിക്കുന്ന പാകിസ്ഥാനികളും ബംഗ്ലാദേശിൽ താമസിക്കുന്ന ബംഗാളി സംസാരിക്കുന്ന പാകിസ്ഥാനികളും തമ്മിലുണ്ടായ ഒരു സംഘർഷം ഏതാണ്ട് 10-24 വർഷങ്ങൾക്കിപ്പുറത്ത് പാകിസ്ഥാൻ അതിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 25ാം വാർഷികം ആഘോഷിക്കുന്നതിന് മുൻപ് ആ രാജ്യത്തെ നെടുക പിളർത്തിക്കളഞ്ഞു എന്നതാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴും ഒരു മതത്തിന്റെ പേരിൽ ലോകത്ത് തല ഉയർത്തി പിടിച്ചു നിൽക്കുമെന്ന് രാഷ്ട്രീയ വിചാരകന്മാർ പ്രവചിച്ച പാകിസ്ഥാൻ എന്ന രാജ്യം നെടുക പിളർന്ന് 2 രാജ്യങ്ങൾ ഉണ്ടായപ്പോഴും കഴിഞ്ഞ 75ലേറെ വർഷക്കാലമായി ഇന്ത്യ ലോക ഭൂപടത്തിൽ ഏറ്റവും വലിയ ജനാധിപത്യമെന്ന്, ഏറ്റവും വലിയ മതേതരത്വമെന്ന് അഭിമാനത്തോടെ തല ഉയർത്തി പിടിച്ചു നിന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ബലത്തിലാണ് എന്നതാണ്. ആ ഭരണഘടന ഇവിടുത്തെ പൗരന്മാർക്കിടയിൽ ജാതിയുടെ മതത്തിന്റെ പേരിൽ വിവേചനം കാണിച്ചില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ഭരണഘടന ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചു.
ഈ രാജ്യം പിറന്നു വീണപ്പോ പിന്നോക്കം പോയവരുണ്ട്, അരികുവൽക്കരിക്കപ്പെട്ടവരുണ്ട്, ഓരം മാറ്റി നിർത്തപ്പെട്ടവരുണ്ട്, ശബ്ദം നിഷേധിക്കപ്പെട്ടവരുണ്ട്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, ഇന്ത്യയിലെ ദളിതർ, ഇന്ത്യയിലെ ആദിവാസികൾ, ഇന്ത്യയിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾ, അവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ, ഈ രാജ്യത്തിന്റെ വിഭവങ്ങളിൽ അവർക്കുള്ള തുല്യാവകാശം ഉറപ്പാക്കാൻ ഇന്ത്യ അവർക്ക് വേണ്ടി പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ നടത്തും. എന്ന് വെച്ചാൽ അവർക്ക് സംവരണം കൊടുക്കും, അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഈ രാജ്യം സ്കോളർഷിപ്പ് കൊടുക്കും. ഇന്ത്യയുടെ ഭരണഘടനാ വിശാരദന്മാർ ആദ്യം തീരുമാനിച്ച പവാണ് പിന്നോക്കം പോയവർ അവരെ ചേർത്തു നിർത്തുമ്പോഴാണ്, അവരെ കൂട്ടിപ്പിടിക്കുമ്പോഴാണ് വിദ്യാഭ്യാസ രംഗത്ത്, ഉദ്യോഗസ്ഥ രംഗത്ത്, ഭരണനിർവഹണ രംഗത്ത്, ജുഡീഷ്യൽ രംഗത്ത്, രാജ്യത്തിന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും അവരെ കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് ഇന്ത്യ ഇന്ത്യയാവുക എന്ന് പറഞ്ഞു വെച്ചു. അത് അത്രയും ഈ രാജ്യത്തിന്റെ ചരിത്രമാണ്. അതിന്റെ ബലത്തിലാണ് ഇന്ത്യ തല ഉയർത്തി പിടിച്ചു നിന്നത്. വർത്തമാനകാലത്തേക്ക് വരുമ്പോ ഇന്ത്യയിലെ ഏറ്റവും പ്രബല ന്യൂനപക്ഷത്തിന്റെ കേന്ദ്രമന്ത്രിസഭയിലെ പ്രാതിനിധ്യം എത്രയാണ്? വട്ടപൂജ്യമാണ്. ഒരുപക്ഷെ മുസ്ലിം സമുദായത്തെക്കാൾ കുറഞ്ഞ എണ്ണമുള്ള ഇന്ത്യയിലെ ഒരു മൈക്രോ മൈനോറിറ്റി എന്ന് വിളിക്കാവുന്ന സിഖ് സമൂഹത്തിന് രാജ്യത്തിന്റെ കേന്ദ്രമന്ത്രിസഭയിൽ 2 അംഗങ്ങളുണ്ട്. ബുദ്ധമത വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിസഭയിൽ 2 പ്രാതിനിധ്യമുണ്ട്. ജൈന മതവിഭാഗത്തിൽപ്പെട്ട 2 മന്ത്രിമാർ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടായിരിക്കെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് 0. ഇനി കൗതുകകരമായ ഒരു കാര്യം കൂടി പറയാം. 1999 നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായതിനു ശേഷം 2024 വരെ പിന്നിട്ട 25 വർഷക്കാലം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചരിത്രമുള്ള, ഏറ്റവും സമ്പന്നരായ മുസ്ലിം സമുദായം തിങ്ങിത്താമസിക്കുന്ന ഗുജറാത്തിൽ ഈ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിനിടയിൽ ഒരു മുസ്ലിം മന്ത്രി പോലും ഉണ്ടായിട്ടില്ല എന്നാണ്. 25 വർഷത്തിനിടയിൽ ഗുജറാത്തിന്റെ ചരിത്രത്തിൽ ഒരൊറ്റ മുസ്ലിം മന്ത്രി പോലും അവിടെ ഉണ്ടായിട്ടില്ല. 2024 ഓഗസ്റ്റ് 15 ഈ രാജ്യം അതിന്റെ 78ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യയിൽ 15 സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകളിൽ ഒരൊറ്റ മുസ്ലിം മന്ത്രി പോലും ഇല്ല. ഇന്ത്യയിലെ 11 സംസ്ഥാനങ്ങളിലെ മന്ത്രിസഭകളിൽ മുസ്ലിം പ്രാതിനിധ്യം എന്ന് പറയുന്നത് 1. 15ഇടത്ത് ഒരാൾ പോലുമില്ല, 11ഇടത്ത് 1. കേരളവും നേരത്തെ ഉദ്ധവ് താക്കറെയുടെ മന്ത്രിസഭ ഉണ്ടായിരുന്നപ്പോൾ മഹാരാഷ്ട്രയും പശ്ചിമ ബംഗാളും അല്ലാതെ 1ലേറെ മുസ്ലിം മന്ത്രിമാരുള്ള ഒരു സംസ്ഥാനവും ഈ രാജ്യത്തിന്റെ ഭൂപടത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്ന് വരുമ്പോ ഇന്ത്യയുടെ സാമൂഹ്യ മണ്ഡലത്തിൽ നിന്ന് പിന്നിട്ട 78 വർഷക്കാലത്തിനിടയിൽ എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വീരേതിഹാസമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഒരു സമുദായം ആട്ടിപ്പുറത്താക്കപ്പെട്ടത് എന്ന് തിരിച്ചറിയാൻ നമുക്കിനി ഒരു കണക്കിന്റെ ആവശ്യമില്ല. ഇന്ത്യയിൽ ഈ രൂപത്തിൽ ഭീകരമാം വിധം നിശബ്ദരാക്കപ്പെടുന്ന ഒരവസ്ഥ സംജാതമായത് കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിനിടയിലാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. കഴിഞ്ഞ 1/4 നൂറ്റാണ്ട്, വിശേഷിച്ച് കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ട് കാലം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിലേക്ക് തീവ്ര വലതുപക്ഷത്തിന്റെ തിടം വെച്ചുള്ള ആരവങ്ങളോടെയുള്ള ചോദ്യം ചെയ്യപ്പെടാത്ത അധികാര ശക്തിയായുള്ള കടന്നുവരവിന് സാക്ഷ്യം വഹിച്ച നിമിഷങ്ങളാണ്. ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചരണം നമുക്ക് ഓർമ്മയുണ്ട് അല്ലെ? മോദി എവിടെയാണ് തുടങ്ങിയത്? ഇപ്പൊ ഇന്നലെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ഒരു കണക്ക് പുറത്തു വന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള 173 പ്രസംഗങ്ങൾ അവർ പരിശോധിച്ചു. കൃത്യമായി 173 പ്രസംഗങ്ങൾ. ആ 173 പ്രസംഗങ്ങൾ പരിശോധിച്ചപ്പോ ആ 173 പ്രസംഗങ്ങളിൽ 119 പ്രസംഗങ്ങളിലും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയായ ഇന്ത്യയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിൽ കടുത്ത മുസ്ലിം വിദ്വേഷം, RSSന്റെ കവല പ്രാസംഗികർ പോലും പറയാൻ മടിക്കുന്ന, നേർക്കുനേരെ ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യുന്ന, അവരെ കോർണർ ചെയ്യുന്ന, അറപ്പുളവാക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയെന്നാണ്. അത് തുടങ്ങിയത് രാജസ്ഥാനിൽ നിന്നാണ്. രാജസ്ഥാനിലെ ബൻസ്വാരയിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, अगर कांग्रेस की सरकार आई तो
കോൺഗ്രസിന്റെ ഒരു ഗവൺമെന്റ് വന്നാൽ നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ പിടിച്ചെടുത്ത്, നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ തട്ടിയെടുത്ത് അവർക്ക് കൊടുക്കും. ആർക്ക്? ഗുസ്പേഡിയോങ്കോ ബാട്ടാ ജായേഗ എന്നാണ്. ഞാൻ ആ പ്രസംഗം മുഴുവൻ പറയുന്നില്ല. നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ആ വാക്ക് മാത്രമാണ്, ഒരൊറ്റ വാക്ക്. എന്താണ് ആ വാക്ക്? ആവർത്തിച്ച് അവിടുന്ന് അങ്ങോട്ട് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ മുഴുവൻ നരേന്ദ്രമോദി ഉപയോഗിച്ച ഒരു വാക്കാണ് ഇത്, ഗുസ്പേഡിയോ എന്ന വാക്ക്. ഞാൻ ആദ്യമായിട്ടല്ല ഈ ഹോളിൽ വരുന്നത്, 4ാമത്തെ തവണയാണ്. 4 തവണ വന്നപ്പോ ആദ്യത്തെ തവണ ആ വാക്കിന്റെ അർത്ഥം ഞാൻ ഇവിടുത്തെ യൂത്ത് ലീഗുകാരെ പഠിപ്പിച്ചതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നുഴഞ്ഞുകയറ്റക്കാർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്നിട്ട് മോദി ഒരു ചോദ്യം കൂടി ചോദിച്ചു, കോൻ ഹൈ ഗുസ്പേഡിയോ? ആരാണ് നുഴഞ്ഞുകയറ്റക്കാർ? ജിൻകെ ജ്യാദെ ബച്ചേ ഹേ എന്നാണ്. കൂടുതൽ കുട്ടികൾ ഉള്ളവരാണ് ആ നുഴഞ്ഞുകയറ്റക്കാർ. തൊട്ടു പിന്നാലെ മറ്റൊരു പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞത്, അഗർ ഇന്ത്യ ഗഠബന്ധൻ की सरकार आई तो രാം മന്ദിർ पर ബാബരി का ताला लग जाएंगे എന്നാണ്. ഒരു വട്ടം കൂടി ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ, രാജ്യത്ത് BJP പരാജയപ്പെട്ടാൽ രാമക്ഷേത്രത്തിന് അവർ ബാബരി മസ്ജിദിന്റെ താഴിട്ട് പൂട്ടും എന്നാണ്. ഉത്തർപ്രദേശിലെ ഘോസിയിലേക്ക് എത്തുമ്പോ തന്റെ മുൻപിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന അവിടുത്തെ വോട്ടർമാരായിട്ടുള്ള ഹൈന്ദവ സഹോദരിമാരുടെ കഴുത്തിലെ കെട്ടുതാലിക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസംഗിച്ചത്, ഒരു വട്ടം കൂടി BJPക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നാൽ ആപ് ലോഗോं का मंगल्य सूत्र छीन करके उनको बांट जाएगा എന്നാണ്. നിങ്ങളുടെ കഴുത്തിലെ കെട്ടുതാലി, നിങ്ങളുടെ മംഗല്യ സൂത്രം തട്ടിയെടുത്ത് കോൺഗ്രസ് അവർക്ക് കൊടുക്കും. ആർക്ക്? നുഴഞ്ഞുകയറ്റക്കാർക്ക്. പിന്നീട് പറഞ്ഞു, കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മുജറ നൃത്തമാടുന്നവരാണ്. മദ്രസയെന്ന്, മുല്ലയെന്ന്, മുജറയെന്ന്, ബാബരി എന്ന്, ഹിജാബ് എന്ന്, ജിഹാബ് എന്ന പേരിൽ രാജ്യത്തെ മുസ്ലിം സമുദായത്തെ ഓരോ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലും വിരൽ ചൂണ്ടിക്കാണിക്കുമ്പോ അവരെ വിളിക്കാൻ ഒരൊറ്റ വാക്ക്, അപകടകരമായ ഒരു വാക്ക് മോദി പറഞ്ഞു വച്ചിരുന്നു. എന്താണ് ആ വാക്ക്? ഗുസ്പേഡിയോ എന്ന വാക്കാണ്. ഇവർ നുഴഞ്ഞുകയറ്റക്കാരാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച്, ഇന്ത്യയുടെ ഭരണഘടനയെ കുറിച്ച്, മഹിതമായി രാജ്യത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ച് നമ്മൾ വിചാരിക്കുമ്പോ, നമ്മൾ ചർച്ച ചെയ്യുമ്പോ നമ്മൾ ആവർത്തിച്ചോർക്കേണ്ട വാക്കാണത്. ഈ രാജ്യത്തെ 22 കോടിയോളം വരുന്ന മനുഷ്യരെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മടിയേതുമില്ലാതെ ഹൃദയരക്തം നേദിച്ച ഒരു തലമുറയുടെ പിന്മുറക്കാരെ ആവർത്തിച്ച് വിളിക്കുന്നത് നുഴഞ്ഞുകയറ്റക്കാർ എന്നാണ്. എന്താണ് നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വെച്ചാൽ? എന്താണ്? അവർ പുറത്തുനിന്ന് വന്നവരാണ്, നുഴഞ്ഞുകയറിയവരാണ്. ഈ രാജ്യത്ത് അവർക്ക് തുല്യാവകാശമില്ല എന്നതാണ്. ഗുസ്പേഡിയോ എന്ന വാക്കിന്റെ ആഴമതാണ്, അതിന്റെ പരപ്പതാണ്. അവിടെ നിർവചിക്കപ്പെടുന്നത് സംഘപരിവാറിന്റെ ഐഡിയോളജിയാണ്. ഈ രാജ്യത്തെ, ഈ സമുദായത്തിൽപ്പെട്ട മനുഷ്യരെ രാജ്യം വിഭജിക്കപ്പെട്ട് പാകിസ്ഥാൻ എന്ന സാധ്യത മുന്നിലുണ്ടായപ്പോഴും പിറന്ന മണ്ണാണ് എനിക്ക് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടത് എന്ന് പറഞ്ഞ് ഇന്ത്യയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവരുടെ പിന്മുറക്കാരെ, ഈ രാജ്യത്തിന്റെ ജനസംഖ്യയുടെ 1/5 വരുന്ന മനുഷ്യരെ അവർ കാണുന്നത് നുഴഞ്ഞുകയറ്റക്കാർ എന്നാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, ഇന്ത്യ എന്ന സങ്കല്പത്തിന് നേരെയുള്ള ഏറ്റവും വലിയ ചോദ്യചിഹ്നം എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ ഈ തത്വശാസ്ത്രമാണ്. അതിനെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത 2ാം സ്വാതന്ത്ര്യ സമരത്തിന് തയ്യാറെടുക്കുക എന്നതാണ് ഈ സ്വാതന്ത്ര്യ ദിനം നമ്മോട് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതവിടെ തീരുന്ന സംഗതിയല്ല, ഇതിന്റെ തുടർച്ചകളുണ്ടോ? ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം, ഇവര് ഒരു വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരാൻ തീരുമാനിച്ചു. കടുത്ത വിവേചനം ആ നിയമത്തിന്റെ പുറകിലുണ്ട്. എന്താണ് വഖഫ് എന്ന് പറയുന്നത്? എന്താണ്? എനിക്കറിയാവുന്നിടത്തോളം വഖഫ് എന്ന് വച്ചാൽ ഒരാൾ അയാളുടെ ഒരു സമ്പത്ത് ദൈവമാർഗത്തിൽ ചെലവഴിക്കപ്പെടുക എന്ന ഉദ്ദേശത്തോടെ ദൈവത്തിന്റെ പേരിലാക്കുന്നു എന്നതാണ്. അതിന്മേൽ അയാൾക്കുള്ള ഉടമസ്ഥാവകാശം, അതിന്മേൽ അയാൾക്കുള്ള കൈവശാവകാശം, അതിന്മേൽ അയാൾക്കുള്ള കൈകാര്യ കർത്തൃത്വ അവകാശം, അതിൽ നിന്ന് അയാൾക്ക് ലഭിക്കുന്ന വരുമാനം, ഈ 4ഉം ദൈവത്തിന്റെ പേരിൽ രജിസ്റ്റർ ആക്കുന്നു. അതിന്റെ ഉടമസ്ഥൻ ഇനി ദൈവമാണ്, ദൈവമാർഗത്തിലാണ് അത് ചെലവഴിക്കപ്പെടേണ്ടത്.
അവന്റെ കൈവശാവകാശം കൈമാറ്റം ചെയ്യുകയാണ്, അതിന്റെ കൈകാര്യ കർത്തൃത്വം കൈമാറ്റം ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഒരാൾക്ക് നിയമപരമായി ഒരു വസ്തുവിന്മേലുള്ള, ഒരു സമ്പത്തിന്മേലുള്ള എല്ലാ അവകാശങ്ങളും ദൈവമാർഗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കരാറാണ് വഖഫ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ തീരുമാനിക്കുമ്പോൾ, ഒരു വഖഫ് ഡീഡ് എഴുതുന്ന ആ നിമിഷം മുതൽ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള വഖഫ് സ്വത്തുക്കളുടെ മാനേജ്മെന്റിന് ഭരണഘടനാപരമായ അധികാരമുള്ള, നിയമപരമായ അധികാരമുള്ള വഖഫ് ബോർഡിന്റെ കയ്യിലേക്ക് ആ സ്വത്ത് മാറും. ഇതാണ് വഖഫാക്കുക എന്ന് പറഞ്ഞാൽ. ഞാൻ പറയുന്നതിന്റെ നിയമപരമായ വശമാണ്. ഈ വഖഫ് നിയമത്തിൽ ഇവർ കൊണ്ടുവരാൻ തീരുമാനിച്ച ഭേദഗതിയിൽ ആദ്യം പറയുന്നത്, അപ്പൊ നിങ്ങൾ വാഴക്കാട് അങ്ങാടിയിൽ നിങ്ങളുടെ ഒരു കാരണവർ അല്ലെങ്കിൽ ഒരാൾ ഒരു സ്വത്ത് വഖഫാക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആ സ്വത്തിന്റെ എല്ലാ രേഖകളും എടുത്ത് വഖഫ് ബോർഡിന് ഒരു അപേക്ഷ കൊടുക്കണം. ഈ സ്വത്ത് ഞാൻ വഖഫ് ചെയ്യാണെന്ന് പറയുമ്പോൾ വഖഫ് ബോർഡ് അത് പരിശോധിച്ച് അതിന്മേൽ ഒരു തീരുമാനം എടുക്കും. എന്നാൽ ഇവർ കൊണ്ടുവന്ന നിയമം പറഞ്ഞത് എന്താണ്? വഖഫ് ബോർഡിന് മേലിൽ ഒരു സ്വത്തിനെ, ഒരു പ്രോപ്പർട്ടിയെ വഖഫായി പ്രഖ്യാപിക്കാൻ അധികാരമുണ്ടായിരിക്കില്ല. അങ്ങനെ ഒരു അപേക്ഷ ലഭിച്ചാൽ ആ പ്രോപ്പർട്ടിയുടെ രേഖകളും ആ അപേക്ഷയും ജില്ലാ കളക്ടർക്ക് കൈമാറണം. അത് പരിശോധിക്കേണ്ടത്, അത് വഖഫായി പ്രഖ്യാപിക്കേണ്ടത് ജില്ലാ കളക്ടറാണ്. എന്ന് വെച്ചാൽ ഒരു സ്വത്തിനെ വഖഫായി പ്രഖ്യാപിക്കുക എന്ന ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഈ രാജ്യത്തെ കേന്ദ്ര വഖഫ് ബോർഡിന്റെ നിലനിൽപ്പിനാധാരമായ പ്രാഥമികമായ അവകാശം ഈ നിയമ ഭേദഗതിയിലൂടെ അവർ റദ്ദാക്കാൻ ശ്രമിച്ചു എന്നതാണ്. രണ്ടാമതായി അവർ അതിൽ പറഞ്ഞ ഒരു കാര്യം, അത് കുറെ കൂടി കൗതുകകരമായ, കുറെ കൂടി രസകരമായ ഒരു സംഗതിയാണ്. വഖഫ് ചെയ്യുന്ന ആൾ മുസ്ലിമായിരിക്കണം എന്നാണ് നിയമം പറഞ്ഞിരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ ആക്ട്, മുസ്ലിമായ ആർക്കും ഒരു സ്വത്ത് വഖഫ് ചെയ്യാം. ഇനി ആരാണ് മുസ്ലിം? ഇന്ത്യയിലെ നിയമം ഒരു മുസ്ലിമിനെ നിർവചിക്കുന്നത് എങ്ങനെയാണ്? ഒരാൾ മുസ്ലിമായ മാതാപിതാക്കൾക്ക് ജനിക്കുകയും ഞാനൊരു അമുസ്ലിമാണ് എന്ന് അയാൾ സ്വയം പ്രഖ്യാപിക്കാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം അയാൾ ആരാണ്? ഒരു മുസ്ലിമാണ്. ഒരാൾ ഒരു മുസ്ലിം മാതാപിതാവിന് ജനിക്കുന്നു, ഞാൻ ഇനിമേൽ ഒരു അമുസ്ലിമായിരിക്കുമെന്ന്, ഞാനൊരു മതപരിത്യാഗിയാണെന്ന് ആ മനുഷ്യൻ പറയാതിരിക്കുവോളം അയാൾ മുസ്ലിമായി ഇന്ത്യൻ നിയമത്തിൽ പരിഗണിക്കപ്പെടും എന്നാണ്. ഞാൻ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ വേണ്ടി പറയാം, ഒരു ഉദാഹരണം പറയാണ്. തീർത്തും മതേതരമായ ഒരു അൾട്രാ സെക്കുലർ ജീവിതം ജീവിക്കുന്ന ഒരാളാണ് കേരളത്തിന്റെ തദ്ദേശ സ്വയം വകുപ്പ് മന്ത്രിയുടെ ഭാര്യയായ ഒരു പഴയ ഇടതുപക്ഷ നേതാവ്. അവര് ഒരു മുസ്ലിം സമുദായത്തിലെ ഒരു കുടുംബത്തിൽ ജനിച്ചതാണ്. പക്ഷേ ഈ മതത്തിന്റെ ആചാരബദ്ധമായ, അതിന്റെ നിയമങ്ങൾ പാലിക്കുന്ന ഒരു ജീവിതം അവർക്കില്ല. പക്ഷെ അവരുടെ ജോലിയുടെ ആവശ്യം വന്നപ്പോ അവര് സംവരണത്തിന്റെ ആനുകൂല്യത്തിലാണ് എനിക്ക് ആ ജോലി കിട്ടിയത് എന്ന് അവകാശപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരൊരു മുസ്ലിമാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. ഞാനൊരു അമുസ്ലിമാണ് എന്ന പരസ്യ പ്രഖ്യാപനം അവർ നടത്താത്തിടത്തോളം, അവരുടെ ബന്ധപ്പെട്ട രേഖകളിൽ മുസ്ലിം എന്ന കോളം വെട്ടി ഞാനൊരു മതരഹിതനാണ് എന്നവർ പ്രഖ്യാപിക്കാത്തിടത്തോളം ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഏതൊരാളും മുസ്ലിമാണ്. പക്ഷെ ഈ നിയമത്തിൽ മുസ്ലിം എന്ന വാക്കിന്റെ പുറകിൽ അവര് മറ്റൊരു വാക്കുകൂടി എഴുതി ചേർത്തു. വാക്കുകൾക്ക് വലിയ ആഴമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നുഴഞ്ഞുകയറ്റം എന്ന വാക്കിന്റെ ഒരാഴം, അതിന്റെ ഒരു പരപ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് ആ വാക്ക് ഓരോ തവണ പുറത്തു വരുമ്പോഴും ഹെഗ്ഗവാറും ഗോൾവട്കറും പറഞ്ഞു വച്ച ഇന്ത്യയിൽ RSSന്റെ അടിസ്ഥാന തത്വശാസ്ത്രമായ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രമെന്ന് രാജ്യത്തെ അവസാനത്തെ മുസ്ലിമിനെയും ഇന്ത്യയിൽ നിന്ന് അടിച്ചു പുറത്താക്കിയിട്ടുണ്ടാക്കുന്ന ഒരു രാഷ്ട്രമെന്നാണ് അതിനെ കേൾക്കേണ്ടതും അറിയേണ്ടതും. ഇവര് മറ്റൊരു വാക്ക് ചേർത്തു, പ്രാക്ടീസിംഗ് മുസ്ലിം എന്ന വാക്കാണ്. എന്താണ് പ്രാക്ടീസിംഗ് മുസ്ലിം എന്ന് പറയുന്നത്? ആരാണ് ഒരാൾ പ്രാക്ടീസിംഗ് മുസ്ലിം ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുക? നമ്മൾ കേട്ടിടത്തോളം, ഇപ്പൊ ഞാന് മുസ്ലിമായ മാതാപിതാക്കൾക്ക് ജനിച്ച ഒരാളാണ്. എന്നാൽ എന്റെ ജീവിതത്തിന്റെ വലിയൊരു കാലഘട്ടം, ആ 10-30 വർഷങ്ങൾക്കിടയിൽ ഒരൊറ്റ വഖത്തും നമസ്കരിക്കാത്ത, അത്രയും വർഷങ്ങൾക്കിടയിൽ ഒരൊറ്റ വെള്ളിയാഴ്ചയിലും പള്ളിയിൽ പോവാത്ത, ആ 10-30 വർഷങ്ങൾക്കിടയിൽ കടന്നുപോയ 10,900 നോമ്പുകളിൽ ഒന്നുപോലും പിടിക്കാത്ത ഒരാളാണ്. ഞാനൊരു പ്രാക്ടീസിംഗ് മുസ്ലിം ആണോ?
അല്ല. നിങ്ങൾ ഒരു സ്വത്ത് വഖഫ് ചെയ്യുന്നു. ആ വഖഫ് ചെയ്യപ്പെട്ട സ്വത്തിനെ കുറിച്ച് നിയമപരമായ ഒരു ചോദ്യം ഉണ്ടാകുന്നു. നിങ്ങളൊരു പ്രാക്ടീസിങ് മുസ്ലിമാണ്, കഴിഞ്ഞ 5 വർഷക്കാലമായി ഞാനൊരു പ്രാക്ടീസിങ് മുസ്ലിമാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആർക്കാണ്? നിങ്ങൾക്കാണ്. നിങ്ങൾ പ്രാക്ടീസിങ് മുസ്ലിം അല്ല എന്ന് എനിക്ക് സിമ്പിളായിട്ട് തെളിയിക്കാം. എല്ലാ വെള്ളിയാഴ്ച ഒന്നും പള്ളി പോണവനല്ല, 30 നോമ്പും പിടിക്കുന്നവനല്ല, സുബൈക്കൊരു ഒറ്റ ജമാഅത്തിന് ഓനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാലോ പ്രാക്ടീസിങ് മുസ്ലിം എന്ന നിലക്കുള്ള മുസ്തഫ ഖാന്റെ യോഗ്യത ചോദ്യം ചെയ്യാൻ അത് മതി എന്നതാണ്. അപകടകരമായ ഒരു വ്യവസ്ഥ കൂടി അവരെഴുതി ചേർത്തു. മൂന്നാമത്തേത്, ഇന്ത്യയിലെ വഖഫ് സ്വത്തുകൾ കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്താകെ എത്ര ലക്ഷം ഏക്കർ വഖഫ് സ്വത്തുക്കൾ ഉണ്ട് എന്നറിയാമോ? 9.5 ലക്ഷത്തിനടുത്ത് എന്നാണ് കണക്ക്. അതിന്റെ ഇപ്പോഴത്തെ വിപണി മൂല്യം ഇന്ത്യയിൽ ഒരു കൊട്ടക്കമ്മതി കണക്കാക്കിയാൽ 1.5 ലക്ഷം കോടി രൂപ വിലമതിക്കും എന്നാണ്. ഇന്ത്യൻ ആർമി കഴിഞ്ഞാൽ, ഇന്ത്യയുടെ റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും ആസ്തിയുള്ള, ഏറ്റവും ഭൂസ്വത്തുള്ള, ഏറ്റവും സമ്പന്നമായ ഒരു ഏജൻസിയാണ് വഖഫ് എന്ന് പറയുന്നത്. നമ്മളത്ര ദരിദ്രന്മാരായ ആളുകളല്ല. ഈ രാജ്യത്ത് മുസ്ലിമായി പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിന് പോലും ഒരു 100 തലമുറ അതിജയിക്കാനുള്ള സമ്പത്ത് നമ്മുടെ പൂർവികന്മാർ ദൈവമാർഗത്തിൽ എഴുതി വച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ വീടുകളിൽ ഒന്നേതാണ്? ഏറ്റവും വലിയ വീട്, ആ വീട് മുംബൈയിലാണ്. മുകേഷ് അംബാനിയുടെ വീടാണ്. 10-20 നിലയുണ്ട് എന്ന് പറയാ. ഞാൻ പോയിട്ടില്ല, കണ്ടിട്ടില്ല, വായിച്ചുള്ള അറിവാണ്. ആ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു വഖഫ് ഭൂമിയിലാണ് എന്നാണ്. ആ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു വഖഫ് ഭൂമിയിലാണ്. അതൊരു നിയമപരമായ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് വഖഫ് സ്വത്തുക്കൾ ഈ രാജ്യത്ത് കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അനാഥാലയം നടത്താൻ, പള്ളി ഉണ്ടാക്കാൻ, മദ്രസ നടത്താൻ, യതീം മക്കളെ പരിപാലിക്കാൻ എന്ന പേരിൽ നമ്മുടെ പൂർവികന്മാർ നിയ്യത്തായി വഖഫ് ചെയ്ത ഒരു വഖഫ് ഭൂമിക്കകത്ത് ഒരു മദ്യനിർമ്മാണശാല പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും? അതിനെക്കുറിച്ച്? വഖഫ് ചെയ്യപ്പെട്ട ഒരു പ്രോപ്പർട്ടിക്കകത്ത് ഒരു സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ഒരു മദ്യ നിർമ്മാണ ഫാക്ടറി പ്രവർത്തിക്കുക പശ്ചിമ ബംഗാളിലാണ്. 35 വർഷം CPM-ന്റെ ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോ, ആ ഗവൺമെന്റ് അധികാരത്തിലിരുന്ന കാലത്ത് വഖഫ് സ്വത്തുക്കളുടെ കയ്യേറ്റത്തെ കുറിച്ച് പഠിക്കാൻ അന്നത്തെ CPM നേതാവായിരുന്ന മുഹമ്മദ് സലീമിനെ ചുമതലപ്പെടുത്തി. ആ മുഹമ്മദ് സലീം ഇപ്പോ പശ്ചിമ ബംഗാളിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു കമ്മീഷന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് കൽക്കറ്റയിലെ കണ്ണായ ഭൂമിയിലെ വഖഫ് ഭൂമിയിൽ ഒരു മദ്യനിർമ്മാണശാല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. വഖഫ് ഭൂമി ലീസിനെടുത്തിട്ട് അവിടെ മദ്യം ഉണ്ടാക്കി വിൽക്കുക. ഒരുപാട് വഖഫ് സ്വത്തുക്കൾ കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്, കൈമോശം വന്നിട്ടുണ്ട്, തട്ടിയെടുക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് കെട്ടിടങ്ങൾ തകർത്തെറിയപ്പെട്ടിട്ടുണ്ട്. ഈ നിയമം പറയുന്നത് ഇത്തരത്തിൽ കയ്യേറിയവരുടെ കൂട്ടത്തിൽ അംബാനിയും മദ്യനിർമ്മാതാക്കളും മാത്രമല്ല, പിന്നെയോ ഗവൺമെന്റും ഉണ്ട്. സംസ്ഥാന സർക്കാരിന്റെ, കേന്ദ്ര സർക്കാരിന്റെ ഒരുപാട് ഓഫീസുകൾ വഖഫ് ഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഷാക്കറിനൊക്കെ ഡൽഹിയിൽ 123 വഖഫ് പ്രോപ്പർട്ടികളിൽ ഗവൺമെന്റ് പ്രോപ്പർട്ടി ഉണ്ട് എന്നാണ്. ഈ നിയമം പറയുന്നു ഒരു വഖഫ് ഭൂമിക്കകത്ത് ഒരു ഗവൺമെന്റ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിക്ലെയർഡ് ആസ് ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്നാണ്. അങ്ങനെ ഒരു കെട്ടിടം അവിടെ ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റ് ഭൂമിയായി പ്രഖ്യാപിക്കപ്പെടും. എന്ന് വെച്ചാൽ ആ വഖഫ് ഭൂമിയുടെ പേരിൽ വഖഫ് ബോർഡിന് ഇന്ത്യയിലെ ഈ സമുദായത്തിലെ പാവപ്പെട്ട മനുഷ്യർക്കുള്ള അവകാശവാദങ്ങൾ മുഴുവൻ ഇവിടെ അവസാനിക്കും എന്നാണ്. നാലാമത്തേത് കുറെ കൂടി കൗതുകരമാണ്. തീർത്തും മതപരമായ, ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യർക്കല്ലാതെ മറ്റാർക്കും ഒരു റോളുമില്ലാത്ത ഇന്ത്യയുടെ വഖഫ് ബോർഡിന്റെ സ്ട്രക്ചർ, അതിന്റെ ഘടന ഇവര് മാറ്റി തീർക്കാൻ തീരുമാനിച്ചു. കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ലോക്സഭയിൽ നിന്ന് 2 അംഗങ്ങൾ, രാജ്യസഭയിൽ നിന്ന് ഒരാൾ, അതൊക്കെ കേന്ദ്ര ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യാം. അതിന്റെ ഏറ്റവും അവസാനം അവർ പറഞ്ഞു വെച്ചത് വഖഫ് ബോർഡിലേക്ക് 2 അമുസ്ലിംകളെ കൂടി നോമിനേറ്റ് ചെയ്യണം എന്നാണ്. ഇപ്പൊ ഇന്ത്യയിലെ ഗുരുദ്വാരകൾ സിഖ് സമുദായത്തിന്റെ ആരാധനാ കേന്ദ്രങ്ങളാണ്. ലോകത്തിലെ തന്നെ സിഖ് സമുദായത്തിന്റെ ഏറ്റവും വലിയ അവരുടെ തീർത്ഥാടന കേന്ദ്രമാണ് അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. ആ ഗോൾഡൻ ടെമ്പിൾ അടക്കം ഇന്ത്യയിലെ ഗുരുദ്വാരകൾ, സിഖ് സമുദായത്തിന്റെ ആസ്തികൾ എല്ലാം മേൽനോട്ടം വഹിക്കുന്ന അവരുടെ ഒരു ഏജൻസി ഉണ്ട്. അതിന്റെ പേര്
ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി എന്നാണ്, SGPC എന്നാണ് പറയുക. സിഖ് സമുദായത്തിന്റെ മതപരമായ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ആ കമ്മിറ്റിക്കകത്തേക്ക് 2 ഹിന്ദുക്കളെയോ 2 മുസ്ലിങ്ങളെയോ പ്രവേശിപ്പിക്കാൻ കഴിയുമോ? ദേവസ്വം ബോർഡിനകത്ത് 2 മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് എന്നെങ്കിലും സാധ്യമാണോ? അല്ല. എന്നാൽ രാജ്യത്തെ ഗവൺമെന്റ് വഖഫ് ബോർഡിനകത്തേക്ക് കേന്ദ്ര സർക്കാരിന് 2 പേരെ 2 അമുസ്ലിങ്ങളെ നോമിനേറ്റ് ചെയ്യാം എന്ന് അവർ തീരുമാനിക്കുകയാണ്. എന്ന് വെച്ചാൽ വിവിധ സംസ്ഥാനങ്ങളിലെ, കേരളത്തിലെ വഖഫ് ബോർഡിലടക്കം ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന 2 അമുസ്ലിങ്ങൾ വരുന്നു എന്ന് വെച്ചാൽ വഖഫ് ബോർഡിന് വഖഫ് സ്വത്തുക്കളെ സംഘപരിവാറിന്റെ ഔദാര്യത്തിന് എറിഞ്ഞു കൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ നിയോഗിക്കപ്പെടുന്നവർ RSSന്റെ താളത്തിന് തുള്ളുന്നവരായിരിക്കും. RSSന്റെ താളത്തിന് തുള്ളുന്നവരെ ഇന്ത്യയിലെ വഖഫ് സംവിധാനത്തിനകത്ത് തിരുകിക്കയറ്റി ഈ രാജ്യത്തെ ഒരു സമുദായത്തിന്റെ വിശ്വാസപരമായ പ്രതീകമായ ഒരു സ്ഥാപനത്തെ അകത്ത് നിന്നും തകർക്കാനുള്ള ഗൂഢാലോചനകൾ ഓരോ ഭേദഗതിയിലും ഓരോ വകുപ്പിലും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭയിൽ അവര് ആ ഭേദഗതി കൊണ്ടുവന്നത്. നിങ്ങള് BJPക്ക് ഒരു തിരിച്ചടി ഉണ്ടായപ്പോ അവര് തെരഞ്ഞെടുപ്പിൽ ഒന്ന് കിതച്ചു നിൽക്കുമ്പോ വെല്ലുവിളികളെല്ലാം ഇതാ ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുന്നുവെങ്കിൽ, നമ്മൾ സമ്പൂർണമായും വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ വിലയിരുത്തുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത്. വരും നാളുകളിലും അവരുടെ അജണ്ടകളിൽ നിന്ന് പുറകോട്ട് പോവാതെ കുറെ കൂടി ശക്തമായി ആ അജണ്ടകളെ മുന്നോട്ട് വെക്കാൻ, അടിച്ചേൽപ്പിക്കാൻ BJP ശ്രമിക്കും എന്നതിന്റെ തെളിവാണ്. പക്ഷെ ഇത്തവണ പോസിറ്റീവായ ഒരു മാറ്റം ഉണ്ടായി. 2018 ഡിസംബർ മാസം 10-ാം തീയതി ഇന്ത്യയുടെ ലോക്സഭയിലും ഡിസംബർ മാസം 12-ാം തീയതി ഇന്ത്യയുടെ രാജ്യസഭയിലും ഒരു ചർച്ചയുമില്ലാതെ പൗരത്വ നിയമം പാസാക്കിയെടുത്ത സംഘപരിവാർ രാജ്യത്തിന്റെ പാർലമെന്റിൽ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കെ കാർഷിക നിയമങ്ങൾ അപ്പം ചുട്ടെടുക്കും പോലെ ചുട്ടെടുത്ത ഇന്ത്യയിലെ BJPയുടെ ഭരണകൂടം ഏറ്റവും ഒടുവിൽ മർമ്മപ്രധാനമായ നിയമനിർമ്മാണങ്ങൾ രാജ്യത്തിന്റെ പാർലമെന്റിൽ നിന്ന് 178ഓളം വരുന്ന MP-മാരെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിട്ട് പാസാക്കിയെടുത്ത BJP ഇതും പാസാക്കിയെടുക്കാം എന്ന് വിചാരിച്ചുവെങ്കിലും അവർക്ക് തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് പിന്മാറേണ്ടി വന്നു. ഒരു ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് അത് വിട്ടുകൊടുക്കേണ്ടി വന്നു. സ്വതന്ത്ര ഭാരതത്തോളം തന്നെ പഴക്കമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെയുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ MP-യെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അദ്ദേഹത്തിന്റെ വോട്ടർമാരാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കേഡർമാരാണ് എന്റെ മുൻപിൽ നിൽക്കുന്നത്. നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ മനുഷ്യരോട് വോട്ട് ചോദിച്ചപ്പോ നമ്മൾ കൊടുത്ത ഒരു വാക്കുണ്ട്. ഈ വോട്ട് വാഴക്കാട്ടെ, കൊണ്ടോട്ടിയിലെ, മലപ്പുറത്തെ ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും മനുഷ്യരുടെ ശബ്ദമാകാനല്ല, മറിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തിന് നിങ്ങൾ നൽകുന്ന വോട്ട് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ 25 കോടിയോളം വരുന്ന മനുഷ്യരുടെ ശബ്ദമാകാനാണ്, ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ കാവൽക്കാരാകാനാണ് എന്ന് പറഞ്ഞെങ്കിൽ ആ വഖഫ് നിയമത്തിന്റെ കരട് ബില്ല് രാജ്യത്തിന്റെ ലോക്സഭാംഗങ്ങൾക്ക് ഔദ്യോഗികമായി വിതരണം ചെയ്യപ്പെട്ട ദിവസം ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. നിങ്ങളുടെ MP-യുടെ അവിടുത്തെ വസതിയിലാണ് താമസം. ചെന്ന് കയറിയ ഉടനെ ആ ബാഗ് താഴെ വെക്കുന്നതിന് മുൻപ് അദ്ദേഹം അതിന്റെ ഒരു കരടെടുത്തിട്ട് എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. എന്നെ പോലെ ചെറിയ ഒരാൾ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആ വാഴക്കാട്ടുകാരൻ ഫോൺ താഴെ വെക്കാതെ ഈ രാജ്യത്തെ മുതിർന്ന അഭിഭാഷകരെ, ഈ രാജ്യത്തെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാര്, ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് മുസ്ലിം ലീഗിനേക്കാൾ അംഗബലമുള്ള ഇന്ത്യ മുന്നണിയിലെ പ്രതിപക്ഷച്ചേരിയിലെ നേതാക്കന്മാരെ മുഴുവൻ വിളിച്ചിട്ട് പറഞ്ഞത് ഈ നിയമത്തെ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിവിടെ അവസാനിക്കുന്നതല്ല. അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഈ നിയമനിർമ്മാണത്തിൽ നിന്ന് BJPയെ പുറകോട്ടടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആത്യന്തികമായി ഇന്ത്യയുടെ മതനിരപേക്ഷതയാണ്, ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങളാണ് നഷ്ടപ്പെടുക. ഇന്ത്യയിലെ എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളുടെയും ജീവിതത്തെ സംഘപരിവാറിന്റെ ഔദാര്യത്തിന് എറിഞ്ഞു കൊടുക്കുന്ന ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിയിലേക്കുള്ള ആദ്യത്തെ ചുവടാണിത് എന്ന് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കണമെന്ന് പറഞ്ഞു. നിരന്തരമായ ചർച്ചകൾ, യാത്രകൾ, ഡൽഹി മുഴുവൻ ഓടി നടന്ന് മുസ്ലിം ലീഗിന്റെ MP-മാർ ഒരു കോർഡിനേഷൻ കൊണ്ടുവന്നപ്പോ രാജ്യത്തിന്റെ പാർലമെന്റ് കണ്ട ഒരു കാഴ്ചയുണ്ട്. ഇവിടെ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ദേവസ്വം ബോർഡിലേക്ക് 2 മുസ്ലിങ്ങൾ സാധ്യമാണോ?
ആ ചോദ്യത്തെ ഒന്നുകൂടി കടത്തി ഒരാൾ ചോദിക്കുകയാണ്. അത് മുസ്ലിം ലീഗിന്റെ ഒരു MP ചോദിക്കാൻ കഴിയുന്ന ചോദ്യമല്ല. അങ്ങനെ നമ്മൾ ആരെഴുന്നേറ്റ് നിന്ന് ചോദിച്ചാലും ഇവരിതാ ദേവസ്വം ബോർഡിന് ലക്ഷ്യം വെക്കുന്നു, ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് മതിയായില്ല എന്ന് പറഞ്ഞിട്ട് അത് വർഗീയ ധ്രുവീകരണത്തിനുള്ള അവസരമാക്കി മാറ്റാൻ BJPക്ക് കഴിയുമായിരുന്നെങ്കിൽ ഒരാൾ ഇന്ത്യയുടെ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ട്രസ്റ്റിലേക്ക് നിങ്ങൾ 2 മുസ്ലിങ്ങളെ പരിഗണിക്കുമോ എന്നാണ്. അത് ചോദിച്ച നേതാവിന്റെ പേരെന്താണ്? KC വേണുഗോപാൽ എന്നാണ്. അയാൾ ഒരു കോൺഗ്രസ്സുകാരനാണ്. ആ ചോദ്യം ചോദിക്കാനുള്ള ഒരു രാഷ്ട്രീയ അവസരമുണ്ടാക്കിയത്, ഇന്ത്യയിലെ മതനിരപേക്ഷ ചേരിയെ മുഴുവൻ സംശയമില്ലാത്ത ആ നിലപാടിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് നിങ്ങളുടെ കൂടി വോട്ടിന്റെ ബലത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് വിജയിച്ചു പോയ ET മുഹമ്മദ് ബഷീറാണ്. അഭിമാനത്തോടെ ലീഗിന്റെ MP മാരെല്ലാവരും ഇഴകീറി, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, കപിൽ സിബൽ, അങ്ങനെ നമുക്ക് അവൈലബിൾ ആയ നിയമവിദഗ്ധരെ മുഴുവൻ കൂടിയാലോചിച്ച് തൽക്കാലത്തേക്ക് നമ്മൾ ആ വെല്ലുവിളിയെ മറികടന്നിരിക്കുന്നു എന്നതാണ്. അതൊരു ഉദാഹരണമാണ്, ഒരു ഉദാഹരണം മാത്രമാണ്. എന്ന് വെച്ചാൽ ഇത്തരത്തിൽ മുസ്ലിം സമുദായത്തിന്റെ സാമൂഹ്യ ജീവിതത്തെ സമ്പൂർണമായും ടാർഗറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവർ പോയി. വഖഫിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ കാവടി യാത്ര നമ്മളിപ്പോ കേട്ടൊരു യാത്രയാണല്ലോ. എന്താണ് കാവടി യാത്ര? നിങ്ങൾ നേരത്തെ കഴിഞ്ഞ വർഷം കാവടി യാത്രയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനർത്ഥം കഴിഞ്ഞ വർഷം കാവടി യാത്ര നടന്നില്ല എന്നാണോ? കഴിഞ്ഞ വർഷവും കാവടി യാത്ര നടന്നിട്ടുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ കാവടി യാത്ര എന്ന യാത്രയെ കുറിച്ച് ഞാനും കേൾക്കുന്നത് ഈ വർഷമാണ്. നിങ്ങളും ഞാൻ അതിനകത്ത് തുല്യ വിദ്യാഭ്യാസമുള്ളവരാണ്. ഞാൻ ഈ കാവടി യാത്രയെ പറ്റി പരിശോധിക്കുമ്പോൾ, കാവടി യാത്ര എന്ന തീർത്ഥയാത്ര ഹൈന്ദവ പുരാണങ്ങളിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് പാലാഴി എന്ന് വെച്ചാൽ പാലിന്റെ ഒരു സാഗരമുണ്ട്, അത് കടഞ്ഞ് അമൃതുണ്ടാക്കിയ കഥയുണ്ട് ഹൈന്ദവ പുരാണങ്ങളിൽ. ദേവന്മാർ പാലാഴി മൈഥുനം നടത്തി അമൃതുണ്ടാക്കി എന്നാണ്. അങ്ങനെ ആ അമൃതസാഗരം ഇങ്ങനെ കടഞ്ഞ് അതിൽ നിന്ന് ആദ്യം ഒരു വസ്തു പുറത്തു വന്നപ്പോ അത് അമൃതായിരിക്കുമെന്ന് കരുതി പിന്നെ മൈഥുനം നടന്നവരെല്ലാം കൂടി അതെടുത്ത് കഴിച്ചു എന്നാണ്. പക്ഷെ അത് വിഷമായിരുന്നു. ആ വിഷം കഴിച്ചപ്പോൾ പ്രപഞ്ചം നിറയെ അനർത്ഥങ്ങൾ ഉണ്ടായി, പ്രപഞ്ചം നിറയെ ചൂടുയരാൻ തുടങ്ങി. അങ്ങനെ അനർത്ഥങ്ങളുടെ താപത്തിൽ ഈ ഭൂഗോളമാകെ വെന്തുരുകാൻ തുടങ്ങി. യുഗങ്ങൾ ഒരുപാട് കഴിഞ്ഞപ്പോ ത്രേതായുഗം വന്നു. ആ ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീരാമൻ വന്നു. ആ ശ്രീരാമന്റെ കാലത്ത് ഗംഗാജലം തളിച്ചിട്ടാണ് ഈ കൊടിയ വിഷം കഴിച്ച് ലോകത്തുണ്ടായ അനർത്ഥങ്ങളും കൊടും താപവും അവസാനിച്ചത് എന്നാണ്. അങ്ങനെ വെറുപ്പിന്റെ വിഷം ലോകത്ത് അനർത്ഥങ്ങൾ ഉണ്ടാക്കിയപ്പോ ആ വെറുപ്പിന്റെ വിഷത്തിന്റെ ഉഗ്രതാപത്തിൽ ഈ ലോകത്തെ മനുഷ്യരാകെ പ്രയാസപ്പെട്ടപ്പോ ഗംഗാജലം തളിച്ച് ആ വെറുപ്പിന്റെ വിഷത്തെ, അതിന്റെ കൊടും താപത്തെ കെടുത്തിയ ഒരു ഓർമ്മയിലാണ് ഹൈന്ദവ സഹോദരന്മാർ ഇക്കാലം അത്രയും ഉത്തരാഖണ്ഡിലേക്ക്, ഹരിദ്വാറിലേക്ക് ഗംഗാതടത്തിൽ പോയി കുടത്തിൽ ഈ ഗംഗാജലം ശേഖരിച്ച് അവരവരുടെ ഗ്രാമങ്ങളിലേക്ക് മടന്നു പോയത്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ കാവടി യാത്ര ഈ വർഷം നടന്നതല്ല. ഈ പതിറ്റാണ്ടുകളാകെ ആ സഹോദരന്മാർ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ആ തീർത്ഥയാത്ര നടത്തിയിട്ടുണ്ട്. അവരുടെ ആ കുടം, ആ കരകൗശല വസ്തു ഡിസൈൻ ചെയ്യുന്നത് ഹരിദ്വാറിലെ മുസ്ലിങ്ങളായിരുന്നു. ഹരിദ്വാറിലെ മുസ്ലിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത പിന്നെ കുടത്തിൽ ഗംഗാജലം ശേഖരിച്ച് തങ്ങളുടെ വീട്ടിലും ക്ഷേത്രത്തിലും ചെളിച്ച് വെറുപ്പിന്റെ വിഷത്ത് അതിജീവിക്കുന്ന മഹത്തായ സന്ദേശം ഉൾക്കൊള്ളുന്ന കാവടി യാത്ര ഇത്തവണ വാർത്തകളിൽ ഇടം പിടിച്ചത് എങ്ങനെയാണ്? കാവടി യാത്രയുടെ സമയമായപ്പോ ഉത്തർപ്രദേശിലെ പോലീസ് അവിടുത്തെ കടകളിലൊക്കെ പോയിട്ട് പറഞ്ഞു, നിങ്ങൾ കടകളുടെ മുന്നിൽ പേര് വച്ചാൽ പോരാ, പിന്നെയോ ഉടമസ്ഥന്റെ പേരും അദ്ദേഹത്തിന്റെ മതവും കൂടി എഴുതി വെക്കണം എന്നാണ്. അവിടെ ഹരിദ്വാറിൽ ഒരു ഗോൾഡൻ ടീ സ്റ്റാൾ ഉണ്ട്. ഗോൾഡൻ ടീ സ്റ്റാൾ നടത്തുന്ന ആളിന്റെ പേര് വക്കീൽ ഹസൻ എന്നാണ്. അപ്പൊ UP പോലീസ് വന്നിട്ട് വക്കീൽ ഹസനോട് പറഞ്ഞു, നിന്റെ കടയുടെ മുൻപിൽ ഈ ഗോൾഡൻ ടീ സ്റ്റാൾ എന്ന പേര് പോരാ, നിന്റെ മതം വ്യക്തമാകുന്ന ഒരു പേരെഴുതി വെക്ക്. അയാൾ അതിന് വക്കീൽ ടീ സ്റ്റാൾ എന്ന പേര് കൊടുത്തു. പോലീസ് പിന്നെയും വന്നിട്ട് പറഞ്ഞു, വക്കീൽ എന്ന് പറഞ്ഞാൽ അത് രണ്ടർത്ഥമുണ്ട്, നിന്റെ മതം വ്യക്തമാക്കുന്ന പേരെഴുത് എന്ന് പറഞ്ഞപ്പോ വക്കീൽ ഹസൻ ടീ സ്റ്റാൾ എന്ന് എഴുതി വെക്കേണ്ടി വന്നു.
ഉന്തുവട്ടിയിൽ പഴം വിൽക്കുന്ന മനുഷ്യർക്ക് അവരുടെ ഉന്തുവണ്ടിയുടെ മുകളിൽ ആരിഫ് ഫുഡ് സ്റ്റാൾ എന്ന് എഴുതി വെക്കേണ്ടി വന്നു. കടയുടെ ബോർഡ് വായിക്കുമ്പോൾ തന്നെ മതം തിരിയുന്ന രൂപത്തിൽ അത് എഴുതി വെക്കണം എന്ന് UP-യിലെ BJP-യുടെ പോലീസ് പറഞ്ഞപ്പോൾ BJP-യുടെ മന്ത്രിമാർ MLA-മാർ അവിടെ മറ്റൊരു വിദ്വേഷ പ്രസംഗം കൂടി നടത്തി. കാവട് തീർത്ഥയാത്രക്കാർ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യരുടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയാൽ ആ ഭക്ഷണത്തിൽ ചിക്കന്റെ പീസ് ഇട്ട് കൊടുക്കുന്ന തുക് ജിഹാദ് എന്നാണ് പറയുക. തുക്ന എന്ന് വെച്ചാൽ തുപ്പുക എന്നാണ് അർത്ഥം. ഇവിടുത്തെ തുപ്പൽ ജിഹാദിന്റെ ഹിന്ദിയാണ്. തുക് ജിഹാദ് നടത്തുന്നവരാണ് എന്ന് വെച്ചാൽ ആ കച്ചവടത്തിൽ നിന്ന് മുസ്ലിം സമുദായത്തെ ബഹിഷ്കരിക്കുക, സാമ്പത്തികമായി ഒരു സമുദായത്തെ ബഹിഷ്കരിക്കുക എന്ന അജണ്ടയാണ്. എന്ന് വെച്ചാൽ അവർ ലക്ഷ്യം വെക്കുന്നത് ഈ രാജ്യത്തിന്റെ സാമൂഹ്യ നീതിയെയാണ്. ആ സാമൂഹ്യ നീതി പുലരാത്തിടത്തോളം ഈ രാജ്യം സ്വതന്ത്രമല്ല എന്ന് തിരിച്ചറിയാൻ കഴിയണം. നമ്മൾ കത്തുവയിലെ പെൺകുട്ടിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോൾ ആ പെൺകുട്ടിക്ക് അവരുടെ പിതാവിനെ സമർപ്പിച്ചുകൊണ്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ ഒരു കവിത എഴുതുന്നുണ്ട്. എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിനും നമ്മൾ ഉയർത്താറുള്ള പതാകയില്ലേ ബാപ്പ, അതിലെ ചുവപ്പ് പാവപ്പെട്ട പെൺകുട്ടികളുടെ രക്തത്തിൻ്റെതാണ്. അതിലെ പച്ച നമുക്ക് പ്രവേശനമില്ലാത്ത പുൽമേടുകളുടേതാണ്. അതിലെ വെള്ള ഇനിയും നാം കണ്ടിട്ടില്ലാത്ത പുലരികളുടേതാണ്. ഈ രാജ്യം നമ്മുടെ രാജ്യമല്ല ബാബ എന്നാണ്. ആ പതാകയിലെ ചുവപ്പ് എന്ന് പറയുന്നത് എന്നെ പോലെ മതത്തിന്റെ പേരിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട, ക്രൂരമായി കൊന്നൊടുക്കപ്പെട്ട ഈ രാജ്യത്തെ പാവപ്പെട്ട പെൺകുട്ടികളുടെ ചോരയുടെ ചുവപ്പാണ്. ആ പച്ചയിൽ കാണുന്ന ഹരിതാഭയിലേക്ക്, അതിന്റെ വസന്തത്തിലേക്ക്, ഈ രാജ്യത്തിന്റെ വിഭവങ്ങളിലേക്ക് നമുക്ക് പ്രവേശനമില്ല. അതിലെ വെള്ള എന്ന് പറയുന്നത് നമ്മൾ ഇനിയും കാണാത്ത പുലരികളുടേതാണ്. ഈ രാജ്യത്ത് നമ്മുടെയൊക്കെ കണ്ണിൽ, നമ്മുടെയൊക്കെ ആകാശത്ത് ഇരുട്ട് മാത്രമാണ് ബാബ എന്നാണ്. ഈ രാജ്യം നമ്മുടെ രാജ്യമല്ല ബാബ എന്നാണ്. ഈ രാജ്യം എൻ്റെ അല്ലെന്ന് ചിന്തിക്കുന്ന, ഈ രാജ്യത്ത് ഞങ്ങൾ അന്യരാണെന്ന് ചിന്തിച്ച് നിശബ്ദരായിരിക്കുന്ന, ഭയന്നിരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ട് ഈ രാജ്യത്ത് എന്ന് തിരിച്ചറിയാൻ കഴിയണം. ഒരു മുസ്ലിങ്ങൾ മാത്രമല്ല, ദളിതർക്കിടയിൽ, ആദിവാസികൾക്കിടയിൽ, പിന്നോക്ക ജനവിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കിടയിൽ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെയും ആകാശത്ത് വെളിച്ചം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലത്ത് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നതാണ്. അതാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എൻ്റെ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ ഏറ്റെടുക്കേണ്ട രാഷ്ട്രീയ ദൗത്യം എന്ന് പറയുന്നത്. ഇതെന്റെ രാജ്യമല്ല എന്ന് ചിന്തിക്കുന്ന, ഈ രാജ്യം ഉഴഞ്ഞുകയറ്റക്കാരനാണ് എന്ന അപകർഷതാബോധത്തോടെ വിചാരിക്കുന്ന കോടിക്കണക്കിന് ചെറുപ്പക്കാരുണ്ട് ഈ രാജ്യത്ത്. നിങ്ങളുടെ പ്രായമുള്ള സൽമാൻ ബുഹ്റ എന്ന് പറയുന്ന ഗുജറാത്തിയായ ഒരു ചെറുപ്പക്കാരൻ, ഒരു 22 വയസ്സുകാരൻ, അയാൾ നന്നായി ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളാണ്. അദ്ദേഹം കഴിഞ്ഞ മാസം ഗുജറാത്തിൽ വെച്ച് ആൾക്കൂട്ട കൊലപാതകത്തിന്റെ ഇരയായി. സൽമാൻ ബുഹ്റയെ കൊന്നത് പശുമാംസം ഭക്ഷിച്ചതിനല്ല. പശുമാംസത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സൽമാൻ കൊല്ലപ്പെട്ടത് അവിടെ നടക്കുന്ന ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിൽ അയാൾ നന്നായി കളിച്ചു എന്നതിന്റെ പേരിലാണ്. അവിടുത്തെ വർഗീയ ഭ്രാന്തന്മാർ സ്പോൺസർ ചെയ്യുന്ന ടീമിനെ നന്നായി കളിച്ച് പരാജയപ്പെടുത്തിയതിന്റെ പേരിൽ 22 വയസ്സുള്ള തേജസ്വിയായ ഒരു ചെറുപ്പക്കാരന് ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഇതെന്റെ രാജ്യമല്ല എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുടെ എണ്ണം കൂടി വരുന്നു. അങ്ങനെയുള്ള മനുഷ്യരുടെ മനസ്സിൽ നിന്ന് ആ ഭയം ഒഴിവാകുന്നത് വരെ, അവരുടെ ശിരസ്സുകൾ ഉയർന്നു നിൽക്കുന്നത് വരെ, where head is held high, where mind is free from fear, where heads are not broken by narrow domestic walls, into that heaven of freedom my father let my country awake എന്നാണ്. ആളുകൾ തല ഉയർത്തി പിടിച്ച് നടക്കുന്ന ഒരിടം, ആളുകളുടെ മനസ്സിന്റെ ഹൃദയത്തുടിപ്പുകൾക്ക് ഭയം കൊണ്ട് ഗതിവേഗം വർദ്ധിക്കാത്തൊരിടം, മനുഷ്യരുടെ മനസ്സുകളിൽ ഇങ്ങനെ ഭിത്തികൾ ഉയർത്തിക്കെട്ടി, മതിലുകൾ ഉയർത്തിക്കെട്ടി, അതൊക്കെ ഇടുങ്ങിയ തുണ്ടുകളായി മാറാത്ത ഒരിടം. into that heaven of freedom my father let my country awake എന്നാണ്. സ്വാതന്ത്ര്യത്തിന്റെ ആ സ്വർഗത്തിലേക്ക് പിതാവേ നീ എൻ്റെ രാജ്യത്തിന്റെ കൺതുറപ്പിക്ക് എന്നാണ്. പ്രാർത്ഥന പോലത്തെ ഈ കവിത എഴുതിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. ആ കവിത സ്വപ്നം കാണുന്ന ഒരു ഇന്ത്യയുണ്ട്. എല്ലാ മനുഷ്യരും, അവൻ മുസ്ലിം ആവട്ടെ, ഹിന്ദുവാകട്ടെ, ആരുമാകട്ടെ, ഭയമില്ലാതെ തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ ഈ രാജ്യത്ത് തുല്യാവകാശമുള്ള പൗരന്മാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ ജീവിക്കുന്ന ഒരു ഇന്ത്യയാണ്.
ആത്യന്തികമായി നമ്മൾ ലക്ഷ്യം കാണേണ്ടത്. അത്തരമൊരു ഇന്ത്യയുടെ ശത്രുക്കളുടെ കയ്യിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധം എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധതയുടെ രാഷ്ട്രീയമാണ്. ഒരു സമുദായത്തെ കോർണർ ചെയ്യുന്ന, ഞാൻ പറഞ്ഞല്ലോ ആദ്യം, വാക്കുകൾ. മോദി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എടുത്തു പയറ്റിയ ആ വാക്ക് എന്തായിരുന്നു? നുഴഞ്ഞുകയറ്റക്കാർ എന്ന വാക്കാണ് അല്ലെ. ആ നുഴഞ്ഞുകയറ്റക്കാർ ആരാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ആ മനുഷ്യൻ പിന്നെ ആ തെരഞ്ഞെടുപ്പിൽ അത്രയും ശ്രമിച്ചത്. അവർ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരാണ്, അവർ ബാബറി മസ്ജിദിന്റെ ആളുകളാണ്, അവർ മട്ടന്റെ ആളുകളാണ്, അവർ മദ്രസയുടെ ആളുകളാണ്, അവർ മുജറയുടെ ആളുകളാണ്, അവർ മുല്ലമാരാണ് എന്നൊരു മടിയുമില്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി 173 പൊതുയോഗങ്ങളിൽ 119 പ്രസംഗിച്ച, മുമ്പൊരിക്കലും ഈ രാജ്യം കണ്ടിട്ടില്ലാത്ത വണ്ണം വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ ആഘോഷമാക്കി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിന് മാറ്റിയപ്പോ നമ്മൾ വിചാരിച്ചതിന് ആരാണ് ബദൽ എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, വാക്കുകളുടെ രാഷ്ട്രീയത്തെ കുറിച്ച്. ആ രാഷ്ട്രീയത്തെ തിരസ്കരിച്ച പാരമ്പര്യമുള്ള കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു MP ഉണ്ടായതിന്റെ നിരാശ, അതിന്റെ ആശങ്ക നമ്മുടെ ഒന്നും മനസ്സിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. അപ്പോഴാണ് ഇന്നലെ മുതൽ കേരളം വീണ്ടും ഒരു വാക്കിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. വാക്കുകൾ വളരെ പ്രധാനമാണ്. ഹിറ്റ്ലർ കലാപം തുടങ്ങി വെച്ചത് ആയുധങ്ങൾ കൊണ്ടല്ല. എല്ലാ കലാപങ്ങളും ആരംഭിച്ചത്, എല്ലാ വംശഹത്യകളും ആരംഭിച്ചത് വാക്കുകളിൽ നിന്നാണ്. Words are more powerful than weapons എന്നാണ്. ആയുധങ്ങളെക്കാൾ ശേഷിയുണ്ട് എന്തിന്? വാക്കുകൾക്ക്. അങ്ങനെ വാക്കുകളുടെ അപകടകരമായ രാഷ്ട്രീയം പയറ്റിയ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ മതനിരപേക്ഷതയുടെ മൊത്തക്കച്ചവടക്കാരായ, ഞങ്ങളുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന അഹങ്കാരം പറഞ്ഞ, കേരളത്തിലെ തന്നെ മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ റീഡർഷിപ്പ് ഉള്ള ഒരു പത്രത്തിന്റെ മുഖപേജിൽ ഞങ്ങളില്ലെങ്കിൽ ഇന്ത്യയില്ല, ഞങ്ങളില്ലാത്ത ഇന്ത്യയിൽ നിങ്ങൾ രണ്ടാം കിടക്കാരായിരിക്കും, അതുകൊണ്ട് രണ്ടാം കിടക്കാരാവാതിരിക്കാൻ ഞങ്ങൾക്കൊരോട്ട് എന്ന് പറഞ്ഞ് നമ്മുടെ സംരക്ഷണത്തിന്റെ മൊത്ത കുത്തക ഏറ്റെടുത്തവർ നുഴഞ്ഞുകയറ്റക്കാർ എന്നതിനേക്കാൾ അപകടകരമായ ഒരു വാക്ക് കണ്ടെടുത്തത് പകൽ പോലെ തെളിഞ്ഞ ഒരു ദിവസമാണ് നമ്മൾ സംസാരിക്കുന്നത്. സംഗതി സ്വാതന്ത്ര്യ ദിനമാണെങ്കിലും സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് ഇന്ത്യയിൽ തിടം വച്ചു വളരുന്ന തീവ്ര വലതുപക്ഷത്തിന്റെ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിനെതിരെ യൂത്ത് ലീഗുകാരുടെ ഒരു യൂത്ത് ലീഗുകാർക്കിടയിലെ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് എൻ്റെ മുൻപിലിരിക്കുന്ന സംഘടനയുടെ കേഡർമാരോട് ഞാൻ സംസാരിക്കുമ്പോൾ ഇതുകൂടി പറയേണ്ടത് എൻ്റെ ബാധ്യതയാണ് എന്ന് ഞാൻ തിരിച്ചറിയാണ്. കൃത്യമായി പറഞ്ഞാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കേരളത്തിൽ കൊട്ടിക്കലാശത്തിന്റെ ആരവങ്ങളുടെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന അന്ന് വൈകിട്ട് നമ്മുടെ മുന്നിലേക്ക് ഒരു പുതിയ വാക്ക് കൂടി വരികയാണ്. ഏതാണ് ആ വാക്ക്? കാഫിർ എന്ന വാക്കാണ്. വെറുതെ ഒരു വാക്ക് വരില്ല, പിന്നെയോ ഈ വാക്ക് സൃഷ്ടിച്ചത് യൂത്ത് ലീഗിന്റെ ഭാരവാഹിയാണ്. ഇത് ലീഗിന്റെ സൃഷ്ടിയാണ്. ലീഗ് മുസ്ലിം ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ്. ലീഗ് ശൈലജ ടീച്ചറെ കാണുന്നത് കാഫിർ എന്ന നിലക്കാണ്. ആ കാഫിറായ ശൈലജ ടീച്ചർ വോട്ട് കൊടുക്കരുത് എന്ന് വടകരയിൽ ലീഗുകാരൻ പറയാണ്. അതൊരു മണ്ഡലത്തിൽ നിൽക്കുന്നതല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റിയുടെ അടിത്തറ തോണ്ടാനുള്ള ഗൂഢാലോചന ഉണ്ടായിരുന്നു അതിന്റെ പുറകിൽ. ഇവർ അവിശ്വാസികളെ, അമുസ്ലിങ്ങളെ, ഇവരുടെ മതത്തിൽപ്പെടാത്തവരെ കാഫിറായി കാണുന്ന വംശീയവാദികളാണ്. ആ വംശീയവാദമാണ് ഇവരുടെ മനസ്സു നിറയെ. അതിനപ്പുറത്ത് ഇവർ വേദിയിൽ പ്രസംഗിക്കുന്ന മതേതരത്വം മുഴുവൻ ആത്മാർത്ഥതയില്ലാത്ത കെട്ടുകാഴ്ചയാണ്. 7.5 പതിറ്റാണ്ട് കാലമായി ഈ രാജ്യത്ത് പകൽ വെളിച്ചത്തിൽ പ്രവർത്തിക്കുന്ന സുതാര്യമായ രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ പീഠത്തിന്റെ മുന്നിൽ പോലും ചോദ്യം ചെയ്യപ്പെട്ടപ്പോ ആ കോടതിയുടെ മുന്നിൽ പോലും പകൽ പോലെ തെളിഞ്ഞ കറകളഞ്ഞ മതേതര രാഷ്ട്രീയത്തിന്റെ പ്രതീകമായ ഇന്ത്യയിലെ ഒരു സമുദായത്തിന്റെ പൊളിറ്റിക്കൽ സംഘശക്തിയെ, രാഷ്ട്രീയ സംഘശക്തിയെ സമ്പൂർണമായും വർഗീയവൽക്കരിക്കുന്ന അപകടകരമായ ഒരു ഗൂഢാലോചന ആ വാക്കേശിയിരുന്നെങ്കിൽ ഒരുപക്ഷെ വടകരയിലെ മനുഷ്യർ, ഹിന്ദുവും മുസ്ലിമും കൈകോർത്ത് പിടിച്ച് നടന്നു നീങ്ങിയ ആ വഴിത്താരകളിൽ അവർ കുഴിച്ചിട്ടിരുന്ന ആ കുഴി ബോംബ് പൊട്ടിയിരുന്നുവെങ്കിൽ അത് വടകരയിൽ അവസാനിക്കുന്നതാകുമായിരുന്നില്ല. കേരളം മുഴുവൻ ആളിപ്പടരാൻ ശേഷിയുള്ള, രാജ്യം മുഴുവൻ ദുരുപയോഗം ചെയ്യപ്പെടാൻ ശേഷിയുള്ള, ഒരുപക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും ഇസ്ലാമോഫോബിക്കായ ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയി മാറുമായിരുന്നു.
ഈ രാജ്യത്ത് 25 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ അവരുടെ മതത്തിൽപ്പെടാത്തവരെ കാഫിറായി കാണുന്ന, ശത്രുക്കളായി കാണുന്നവരാണ് എന്ന് വ്യാഖ്യാനിക്കാൻ സംഘപരിവാറിന് അവസരം കൊടുക്കുമായിരുന്ന ഒരു വാക്ക് ഇതുപോലെ ഒരു വൈകുന്നേരം അവര് പുറത്തുവിട്ടു. ഫേസ്ബുക്ക് വാളുകളിൽ നിന്ന് ഫേസ്ബുക്ക് വാളുകളിലേക്ക് അത് പ്രചരിച്ചു. അവിടുത്തെ ഒരു MLA, CPM-ന്റെ സാംസ്കാരിക നായകന്മാർ, അവരുടെ ആയിരക്കണക്കിന് വരുന്ന ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഒടുവിൽ ടീച്ചറമ്മ എന്ന PR വർക്കിലൂടെ കേരളത്തിന്റെ മനസാക്ഷിക്ക് മുൻപിൽ പ്രതിഷ്ഠിക്കപ്പെട്ട വടകരയിലെ LDF-ന്റെ സ്ഥാനാർത്ഥി, ഒരു ആൾ ദൈവത്തെ പോലെ, വിഗ്രഹത്തെ പോലെ കേരളം മനസ്സിൽ കൊണ്ട് നടന്ന ശൈലജ ടീച്ചർ പോലും അതിന്റെ പ്രചരണം ഏറ്റെടുക്കുന്ന, അതിന് മൗനാനുവാദം കൊടുക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അന്ന് ആ ഒരു രാത്രി കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അനുഭവിച്ച ഒരു സംഘർഷം ഉണ്ടാവും. നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരിക്കുമോ എന്ന ആശങ്ക നമുക്കുണ്ടായിരുന്നു. പക്ഷെ അവർ ചെയ്ത ഒരു അബദ്ധം, അത് കൃത്യമായി ഇന്നയാൾ ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചു എന്നതാണ്. ചൂണ്ടിക്കാണിക്കപ്പെട്ട ആ ചെറുപ്പക്കാരൻ മുഹമ്മദ് കാസിം, ഞാൻ ആ ചെറുപ്പക്കാരനോട് സംസാരിച്ചതാണ്. അവൻ പറഞ്ഞത്, ആ രാത്രി എന്റെ ഫോൺ കൊണ്ടുപോയി പോലീസിനെ ഏൽപ്പിച്ചിട്ട് ഇത് ഞാൻ ചെയ്തതല്ല, ഇങ്ങനെ ചെയ്യാനല്ല എന്റെ പാർട്ടി എന്നെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല എന്നതാണ്. ഞാൻ എന്ന വ്യക്തിയല്ല, മുഹമ്മദ് കാസിം എന്ന വ്യക്തി തിരുവള്ളൂരിൽ മാത്രം അറിയപ്പെടുന്ന അവിടുത്തെ ശാഖാ യൂത്ത് ലീഗിന്റെ ഭാരവാഹിയായ, ജില്ലാ MSF-ന്റെ ഭാരവാഹിയായ മുഹമ്മദ് കാസിം എന്ന ചെറുപ്പക്കാരനല്ല അവിടുത്തെ പ്രശ്നം. പിന്നെയോ മഹത്തായ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ്. അതിനപ്പുറത്ത് ഈ രാജ്യത്ത് കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ സംശയത്തിന്റെ നിഴലിലേക്ക് പോകുന്ന അപകടകരമായ ആ വാക്ക് അത് ഞാൻ ഉണ്ടാക്കിയതല്ല എന്ന് തെളിയിക്കണമായിരുന്നു. ആ ചെറുപ്പക്കാരൻ അന്ന് കൊണ്ടുപോയി അവന്റെ ഫോൺ സറണ്ടർ ചെയ്തു. സ്നേഹമുള്ളവരെ, ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നാൽ, എന്റെ പേരിൽ അത് പ്രചരിപ്പിക്കപ്പെട്ടാൽ, ആ മെസ്സേജ് എവിടെ നിന്ന് ജനറേറ്റ് ചെയ്തു എന്ന് കേരള പോലീസിനെന്നല്ല, നവസാങ്കേതിക വിദ്യയുടെ ഈ കാലത്ത് ഈ രാജ്യത്തെ, ലോകത്തെ ഏത് പോലീസ് ഫോഴ്സ് തീരുമാനിച്ചാലും 5 മിനിറ്റിന്റെ പണിയേ ഉള്ളൂ. 5 മിനിറ്റിന്റെ പണിയേ ഉള്ളൂ. അന്ന് അവർ അത് ചെയ്തില്ല. KK ലതികയുടെ വാളിൽ മാസങ്ങളോളം അത് കിടന്നു. ശൈലജ ടീച്ചർ കാഫിറാണ്, അതുകൊണ്ട് ശൈലജ ടീച്ചർ കോട്ട് കൊടുക്കരുത് എന്ന് ലീഗ് പറയുന്നു. ലീഗ് അത് പറയുന്നത് വടകരയിലെ UDF-ന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനാണ്. ഈ കാഫിർ പ്രചരണം അയാൾ കൂടി അറിഞ്ഞിട്ടാണ്. ഒരു മണ്ഡലം ജയിക്കാനാണ്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു മണ്ഡലം ജയിക്കാനാണ് അപകടകരമായ ഈ കളി അവർ കളിച്ചു. ഇപ്പൊ കൃത്യല്ലേ ശൈലജ ടീച്ചറുടെ KK ലതികയുടെ ഫേസ്ബുക്ക് വാളിലേക്ക് അത് വരുന്നത് പോരാളി ഷാജിയിൽ നിന്ന്. പോരാളി ഷാജിക്ക് കിട്ടുന്നത് അമ്പാടിമുക്ക് സഖാക്കളിൽ നിന്ന്. അമ്പാടിമുക്ക് സഖാക്കൾക്ക് ലഭിക്കുന്നത് റെഡ് ബറ്റാലിയനിൽ നിന്ന്. റെഡ് ബറ്റാലിയൻ അത് ലഭിക്കുന്നത് റെഡ് എൻകൗണ്ടറിൽ നിന്ന്. റെഡ് എൻകൗണ്ടറിന്റെ അഡ്മിന്റെ പേര്, അയാളുടെ പേര് പിന്നെ കബീഷ് എന്നോ വിവേഷ് എന്നോ മറ്റോ ആണ്. അയാൾ വടകരയിലെ DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ആണ്. അയാളെ വിളിക്കുന്നു, അയാളുടെ പിന്നെ ഫോൺ പരിശോധിക്കുന്നു. പക്ഷെ അയാൾക്ക് അത് എവിടെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ അയാൾ പറയുന്നു, എനിക്കറിയില്ല എന്നാണ്. ആ ഫോൺ പോലീസ് പിടിച്ചെടുത്ത് ഇനി പരിശോധിക്കും, ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. അയാൾക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് അയാൾക്ക് അറിയില്ല എന്ന് DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് പറയാണ്. വാട്സപ്പിൽ ലഭിച്ചതായിരിക്കും. വാട്സപ്പിൽ ഇങ്ങോട്ടൊരു മെസ്സേജ് വന്നാൽ ആ നമ്പർ അറിയില്ലേ? അത് തേടിപ്പിടിക്കാൻ 5 മിനിറ്റിന്റെ ജോലിയില്ല കേരള പോലീസിന്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ എണ്ണിപ്പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ഒന്നും അഡ്മിന്മാർ, അത് പ്രചരിപ്പിച്ച KK ലതിക അടക്കമുള്ള CPM-ന്റെ നേതാക്കന്മാർ, അവരാരും ഈ കേസിൽ ഇതുവരെ പ്രതികളല്ല. ആ കേസിലെ 1-ാം പ്രതി ഇന്ത്യയിലെ ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസറാണ്. 2-ാം പ്രതി ഫേസ്ബുക്കാണ്. 3-ാം പ്രതി മെറ്റയാണ്, ഫേസ്ബുക്കിന്റെ മുതലാളി. ഇനിയിപ്പോ ഇലോൺ മസ്കിനെ വടകര പോലീസ് അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് വടകര കോടതിയിൽ ഹാജരാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടാലും, വടകര അങ്ങാടിയിലൂടെ DYFI എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു നടക്കുന്ന ഈ കബീഷ് എന്ന വിവേഷിനെ അറസ്റ്റ് ചെയ്യില്ല എന്നാണ് പിണറായി പോലീസിന്റെ തീരുമാനമെങ്കിൽ, ഈ പോരാളി ഷാജിയെ ഞങ്ങൾ അറിയില്ല. അമ്പാടിമുക്ക് സഖാക്കളാരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. 1 മാസം മുമ്പല്ലേ MV ജയരാജൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ പോരാളി ഷാജി ആരാണെന്ന്? അറിയില്ലേ? അമ്പാടിമുക്ക് സഖാക്കളുടെ അഡ്മിനാണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ? ഞങ്ങളുടെ 7.5 പതിറ്റാണ്ട് കാലത്തെ, ഞങ്ങളുടെ പൂർവികന്മാർ കണ്ണീരിൽ ഊട്ടി ഉറപ്പിച്ച ഞങ്ങളുടെ മതേതരത്വത്തിന്റെ ആ അടിവേരിൽ നിങ്ങളൊന്ന് തൊട്ടപ്പോ
കേരള പോലീസ് എത്ര അന്വേഷിച്ചിട്ടും പിടികിട്ടാത്ത, എം വി ജയരാജൻ അറിയാത്ത, പിണറായി വിജയൻ അറിയാത്ത, കേരളത്തിലെ CPM-കാർക്ക് അറിയാത്ത പോരാളി ഷാജി ആരാണെന്ന് കേരളം അറിഞ്ഞുവെങ്കിൽ കബീഷിന്റെ ഫേസ്ബുക്ക് വാളിലേക്ക് ഈ പിതൃശൂന്യത എഴുതിവിട്ടതാരാണെന്ന് കേരളത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വിശ്രമമില്ല. മനസ്സിലാക്കിക്കോ. നിങ്ങള് ഒരുപാട് ആൾക്കാരെ അളന്നവരാ. പക്ഷേ ഞങ്ങൾ അളന്നപ്പോ നിങ്ങൾക്ക് തെറ്റിയെന്ന് ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്, അല്ലേ? നിങ്ങൾ അഭിമാനിക്കണം യൂത്ത് ലീഗുകാരെ. എന്റെ കയ്യിൽ ഈ ആഴ്ച കേരളത്തിൽ പുറത്തു വന്ന 4 സമകാലിക വാരികകളുണ്ട്. ഓക്കെ, സമകാലിക മലയാളമുണ്ട്, മാധ്യമമുണ്ട്, മാതൃഭൂമിയുണ്ട്, കലാകൗമുദിയുണ്ട്. 4ലും ഇത്തവണത്തെ ഈ പ്രളയമാണ് അവരുടെ കവർ സ്റ്റോറി എന്ന് പറയുന്നത്. 4 വാരികകളും നിറയെ ആ പ്രളയത്തിന്റെ കെടുതികളുടെ ചിത്രങ്ങളുണ്ട്. ഒരുപക്ഷെ വെള്ളരിമല എന്ന് പേരുള്ള വയനാട്ടിലെ ഒരു മലയുടെ ശിഖരങ്ങൾ കഴിഞ്ഞ 4 വർഷമായി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പാതിരാവിൽ കിടന്നുറങ്ങിയ മുണ്ടക്കൈയിലെ പാവപ്പെട്ട മനുഷ്യർ അവർ കൺതുറന്നത് മരണത്തിലേക്കാണ്, സർവനാശത്തിലേക്കാണ്. കുത്തിയൊലിച്ചു വന്ന പ്രളയജലത്തിൽ മണ്ണിന്റെ മാറ് പിളർന്ന് പുറത്തേക്ക് വന്ന മണ്ണിലും കല്ലിലും പെട്ട് എത്ര മനുഷ്യരെ നമുക്ക് നഷ്ടമായി എന്ന് കേരളത്തിന് ഇപ്പോഴും അറിയാത്തപ്പോ ആ വലിയ ദുരന്തത്തെ ചിത്രീകരിക്കുന്ന എല്ലാ മാസികകളുടെയും താളുകളിൽ ആ ചിത്രങ്ങൾക്ക് നടുവിൽ മനുഷ്യരുടെ ശരീരഭാഗങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന, മൃതശരീരം ചുമന്നുകൊണ്ടുവരുന്ന, അത് സംസ്കരിക്കുന്ന, പൊട്ടിയൊഴുകുന്ന മലവെള്ളപ്പാച്ചിലൂടെ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടക്കാൻ ആ പുഴമുറിച്ച് കിടക്കുന്ന വൈറ്റ് ഗാർഡിന്റെ ചിത്രങ്ങൾ ആ മാസികയുടെ താളുകൾ നിറയെ ഉണ്ട്. യൂത്ത് ലീഗിന് വർത്തമാനകാലത്ത് ഈ മുണ്ടക്കൈ ദുരന്തത്തിന്റെ ശേഷം കേരളം യൂത്ത് ലീഗിനെ കാണുന്നത് ആ ദുരന്ത ഭൂമിയിൽ ഭക്ഷണം വിളമ്പുന്നവരായിട്ടാണ്. അവിടെ മനുഷ്യർക്ക് ജീവിതത്തിലേക്ക് കൈനീട്ടി കൊടുക്കുന്നവരായിട്ടാണ്. അവിടുത്തെ പുഴയോളങ്ങളിൽ അനാഥമായി ഒഴുകി നടക്കുന്ന മനുഷ്യരുടെ ചീഞ്ഞളിഞ്ഞ മൃതശരീരങ്ങൾ ഒരറപ്പമില്ലാതെ കരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നവരായി നിങ്ങളെ കാണുമ്പോ നമ്മളെക്കാൾ കേമന്മാർ എന്ന് അവകാശപ്പെട്ട പൊതിച്ചോറ് DYFI കേരളം കാണുന്നത് വടകരയുടെ തെരുവിലാണ്. ഈ രാജ്യത്തെ മനുഷ്യരുടെ മനസ്സിൽ വെറുപ്പിന്റെ കുഴിബോംബ് കുഴിച്ചിട്ടവരാണ് DYFI എങ്കിൽ കേരളം ആവേശത്തോടെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന മനുഷ്യ സ്നേഹത്തിന്റെ വീരേതിഹാസം രചിച്ചവരാണ് മുസ്ലിം യൂത്ത് ലീഗ് എന്ന് കേരളത്തിന് ബോധ്യപ്പെടുന്ന ദിനരാത്രങ്ങളാണിത്. കേരളത്തിന് ബോധ്യപ്പെടാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതാണ് നിങ്ങൾ അഭിമാനത്തോടെ ഉയർത്തി കാണിക്കേണ്ടത്. ഇപ്പൊ ഇതിന്റെ കളക്ഷൻ നടക്കുമ്പോഴോ ഒരു വക്കീല് പോവാണ്. എന്നാണല്ലോ ഇപ്പൊ പ്രധാനമന്ത്രി യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് നേരെ, മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വേറൊരു വെല്ലുവിളിയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ മതമാചരിക്കുന്നു. ഞാൻ വിവാഹം കഴിക്കുമ്പോ ഒരു ഘട്ടത്തിൽ വിവാഹമോചനം നടത്തേണ്ടി വന്നാൽ അപ്പോ എന്റെ സ്വകാര്യ സമ്പത്ത് എന്റെ ബന്ധുക്കൾക്കും മക്കൾക്കും ഇടയിൽ വീതിക്കുമ്പോ അപ്പോ എന്ന് വെച്ചാൽ പൊതുജീവിതത്തിൽ, പൊതുസമൂഹത്തിൽ ഒരാൾക്കും 1 രൂപയുടെ നഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ഞാൻ എന്റെ മതം കൊണ്ട് നടക്കുന്നു. അവിടെ എന്നെ ഗൈഡ് ചെയ്യുന്നത് എന്റെ മതത്തിന്റെ നിയമമാണ്. അതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു നഷ്ടമില്ല. കാനൻ ലോ അനുസരിച്ച് ഒരു ക്രൈസ്തവൻ വിവാഹം കഴിക്കുന്നത് കൊണ്ട്, കാനൻ ലോ അനുസരിച്ച് ഒരു ക്രൈസ്തവൻ വിവാഹമോചനം നടത്തുന്നത് കൊണ്ട്, ക്രൈസ്തവ പിന്തുടർച്ചാവകാശ നിയമപ്രകാരം അയാളുടെ സ്വത്ത് ഭാഗം വെക്കുന്നത് കൊണ്ട്, ഹിന്ദു പേഴ്സൺ ലോ അനുസരിച്ച് ഒരു ഹിന്ദു വിവാഹം കഴിക്കുന്നത് കൊണ്ട്, ഹിന്ദു പേഴ്സൺ ലോ അനുസരിച്ച് അയാൾ വിവാഹമോചനം നടത്തുന്നത് കൊണ്ട്, അവരുടെ സക്സഷൻ ആക്ട് അനുസരിച്ച് അയാളുടെ സ്വത്ത് ഭാഗം വെക്കുന്നത് കൊണ്ട് മുസ്ലിമിന് നഷ്ടമില്ലാത്തതുപോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യർ അവരുടെ വ്യക്തി ജീവിതത്തിൽ മതം കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ ബുദ്ധനോ ജൈനനോ പാഴ്സിക്കോ ഈ രാജ്യത്തെ ഗവൺമെന്റിനോ 1 റുപ്പിയുടെ നഷ്ടമില്ല. ഇനി ഒരാള് പറയാണ് ഞാൻ മുസ്ലിം അല്ല, ഞാനൊരു ഡിക്ലെയർഡ് അൺമുസ്ലിമാണ്. ഇപ്പൊ ലീഗിന്റെ ഈ പിരിവിനെതിരെ കോടതി പോയൊരു വക്കീലുണ്ടല്ലോ, ലീഗ് അടക്കം പിരിക്കുന്നതിന്റെ കണക്കില്ല, അതുകൊണ്ട് കണക്ക് കിട്ടണം എന്നാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹൈക്കോടതിയിൽ പോവാറുള്ളൊരു വക്കീല. ഈ ഹർജി തള്ളി എന്ന് വെച്ചാൽ ഹർജി മേശപ്പുറത്തുനിന്ന് പിന്നെ മെല്ലെ ഒന്നങ്ങ് നീക്കി തിരിച്ചേൽപ്പിക്കുക. ഈ ഹർജി തള്ളല്ല ചെയ്തത്, പിന്നെയോ ഓടിച്ചൊന്ന് വായിച്ചു നോക്കിയിട്ട് വീശി ഒരേറാണ്. വക്കീലും വക്കീലിന്റെ വക്കീലും കൂടി പറന്ന് നടന്നാണ് ആ പേപ്പറാകെ പിരിച്ചിട്ടുള്ളത്. കൂടെ ഒന്നും കൂടി പറഞ്ഞു എന്താണ്, 25,000 രൂപ കൂടി പിഴയിട്ടോ എന്നാണ്. CPM അളന്നപ്പോ അളവ് തെറ്റിപ്പോയ ലീഗിനെ CPMന്റെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന വക്കീല് അളക്കാൻ തീരുമാനിച്ചാൽ അത് സാധ്യമല്ല എന്നതിന്റെ തെളിവാണ് 12 ദിവസത്തിനിടയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷവും
ലീഗിന്റെ ആ ഖജനാവിലേക്ക് പാവപ്പെട്ടവരെ സഹായിക്കാൻ, വയനാട്ടിലെ ആ ദുരന്ത ബാധിതരെ ചേർത്ത് നിർത്താൻ ലീഗ് ചോദിച്ചപ്പോ മനുഷ്യര് വാരിക്കോരി കൊടുക്കുന്ന ആ നാണയത്തുട്ടുകൾ, അത് ലീഗിന്റെ ക്രെഡിബിലിറ്റിയാണ്. അതിനെ തകർക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്നതാണ്. ഞാൻ ആ വക്കീലിനെ കുറിച്ച് പറയുന്നത് മൂപ്പരെ മോശക്കാനല്ല. യൂണിഫോം സിവിൽ കോഡിന്റെ ഈ ചർച്ച നടക്കുമ്പോൾ മൂപ്പരൊരു പണിയെടുത്തു. എന്താണ്? മൂപ്പരുടെ സ്വത്തുക്കൾ മതനിയമപ്രകാരം വീതം വെക്കപ്പെടുന്നത് ഇഷ്ടമല്ല. മുഹമ്മദ് ലോ അനുസരിച്ചല്ല എന്റെ പിന്തുടർച്ചാവകാശം ഉണ്ടാകേണ്ടത്, മറിച്ച് ഇന്ത്യയിലെ മറ്റു നിയമങ്ങൾ അനുസരിച്ചാണ്. മൂപ്പര് വിവാഹം കഴിച്ചത്, നേരത്തെ കല്യാണം കഴിച്ചത് മുഹമ്മദ് ലോ അനുസരിച്ച് നിക്കാഹാണ്. മൂപ്പർക്ക് പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികൾക്ക് അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ സമ്പൂർണമായിട്ടുള്ള അവകാശം ലഭിക്കണമെങ്കിൽ മുഹമ്മദ് ലോ അനുസരിച്ചല്ല, ഇന്ത്യയിലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത്? ഞാൻ അദ്ദേഹത്തെ പരിഹസിക്കല്ല, അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. ഞാൻ ആ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന ഒരാളാണ്. ഒരാൾ ഈ മതത്തിന്റെ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മതരഹിതമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാളുടെ പാട്ടിന് വിട്ടേക്കണം എന്നാണ് എന്റെ നിലപാട്. മൂപ്പർ ഒന്നുകൂടി വിവാഹം കഴിച്ചു, ഇല്ലേ? സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം അദ്ദേഹം വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ 2 പെൺകുട്ടികളാണ് സാക്ഷിയായി ഒപ്പിട്ടത്. വലിയ മാധ്യമ ശ്രദ്ധ ലഭിച്ച ഒരു സംഗതിയാണത്. ഓർമ്മയില്ല നിങ്ങൾക്ക്? എന്ന് വെച്ചാൽ മുസ്ലിം വ്യക്തി നിയമത്തിന്റെ പരിധിയിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നു. അർത്ഥം, നിങ്ങൾ മുസ്ലിം ആയിരിക്കെ തന്നെ ഈ നിയമത്തിന്റെ പുറത്തു പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ രാജ്യത്ത് നിങ്ങൾക്ക് അതിനും സാധ്യതയുണ്ട്. മതം അതിന്റെ നിയമങ്ങളിലേക്ക് ഇന്ത്യയിൽ നിങ്ങളെ വലിച്ചിഴക്കുന്നില്ല. ആ മതം നിയമങ്ങൾ വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതിനും സ്വാതന്ത്ര്യമുണ്ട് എന്നിരിക്കെ, മതം ഉപേക്ഷിക്കാൻ, മതരഹിതമായ ജീവിതം നയിക്കാൻ ഈ രാജ്യത്തെ മനുഷ്യർക്കുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ ഭരണഘടനാ ദത്തമാണ് മതനിയമങ്ങൾ ഉയർത്തിപ്പിടിച്ച വ്യക്തി ജീവിതം നയിക്കാനുള്ള മതവിശ്വാസികളുടെ സ്വാതന്ത്ര്യം. അതിനെതിരെ കടന്നാക്രമണം ഉണ്ടാകുന്നു എന്ന് വച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ സ്വതന്ത്ര ഭാരതം സാമൂഹ്യനീതിയിലും മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും നിലനിൽക്കുന്ന ഈ രാജ്യം നമുക്ക് നഷ്ടമാവുന്ന വെല്ലുവിളി സമ്പൂർണമായും അവസാനിച്ചിട്ടില്ല എന്നതാണ്. എന്നാൽ പ്രതീക്ഷകളുടെ ഒരു ചക്രവാളം നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടുന്നുണ്ട്. ഏറ്റവും സമീപ ഭാവിയിൽ ഇന്ത്യയിൽ നാടകീയമായ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ആ മാറ്റത്തെ വേഗതയിലാക്കുന്ന രാസത്വരകങ്ങളെ പോലെ രാഷ്ട്രീയം നന്നായി പഠിക്കുന്ന, നന്നായി ചർച്ച ചെയ്യുന്ന, നന്നായി തിരിച്ചറിയുന്നവരായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതിനൊരു വേദിയായി വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയും ഇവിടുത്തെ ശിഹാബ് തങ്ങൾ സ്റ്റഡി സെന്ററും സംഘടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ചർച്ചാവേദികൾ മാറട്ടെ. ഇതിന്റെ ഒക്കെ തുടർച്ച ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരു വട്ടം കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തിപ്പോ പ്രതീക്ഷകളുടെ ഒരു കാലം തന്നെയാണ്. നിങ്ങൾ നിരാശരാകേണ്ടതില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, जब मेरी माँ गुजर गई, ഞാൻ അവസാനിപ്പിക്കുകയാണ്, जब मेरी माँ गुजर गई तब मुझे जाके एहसास हुआ कि मेरा जन्म एक बायोलॉजिकल प्रोसेस नहीं है. അർത്ഥം, എൻ്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് എനിക്ക് ബോധ്യമായത് എൻ്റെ ജന്മം ജൈവികമായ ബയോളജിക്കലായ ഒരു പ്രോസസ് അല്ല. ഈ രാജ്യത്ത് ഇപ്പൊ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന 100 കോടി മനുഷ്യന്മാരെ പോലെ എൻ്റെ പിതാവും എൻ്റെ മാതാവും സംയുക്ത പങ്കാളികളായ ജൈവികമായ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടല്ല ഞാൻ ജനിച്ചത്. പിന്നെയോ, ഞാൻ പരമാത്മാവിന്റെ ഊർജത്തിന്റെ അംശം ആത്മാവിൽ പേറുന്നവനാണ്. ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ ഞാൻ ദൈവാംശമുള്ളവനാണെന്ന്. ഒരർത്ഥത്തിൽ ഞാൻ ദൈവം തന്നെയാണെന്ന് ആര് പറയാണ്? മോദി പറയാണ്, ഇല്ലേ? തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോ RSSന്റെ സർസംഘചാലക് മോഹൻ ഭഗവത്തിന്റെ ഒരു പ്രസംഗമുണ്ട്. ആളുകൾക്ക് കുറെ കഴിയുമ്പോൾ ആത്മരതി മൂത്തിട്ട് അവർ ദൈവമാണെന്ന് തോന്നും, പിന്നെ ഭഗവാനാണെന്ന് തോന്നും എന്ന് പറഞ്ഞ് പരിഹസിച്ചത് ആരെയാണ്? ഒരർത്ഥത്തിൽ മോഡിയെ തന്നെയാണ്. ഇപ്പൊ മോഡി ഒരു സാധാരണ മനുഷ്യനാണ്. ഇലക്ഷൻ റിസൾട്ട് വന്ന പിറ്റേ ദിവസം നിങ്ങളൊരു ട്രോള് കണ്ടില്ലേ? നല്ല മലപ്പുറം ഭാഷയിലൊരു ട്രോള്. മോദിയും അമിത്ഷായും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോ നിതീഷ് കുമാർ നടന്നു വരികയാണ്. അതാ ചങ്ങയുണ്ട് ജനീറ്റ് ഇന്നാൾ അല്ലെങ്കിൽ ഓർമ്മയില്ല നിങ്ങൾക്ക്? ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞ മോഡി പരിഹസിക്കപ്പെടുന്നത് എന്തിന്റെ പേരിലാണ്? അയാളുടെ ദൗർബല്യങ്ങളുടെ പേരിലാണ്. ഒറ്റയ്ക്ക് ഈ രാജ്യം ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇപ്പോൾ ആർക്കില്ല?
മോദിക്ക് അബ്കി ബാർ 400 പാർ എന്ന് മുൻപിൽ കൂടി നിൽക്കുന്ന പുരുഷാരത്തെ കൊണ്ട് 2-3 തവണ ഏറ്റു വിളിപ്പിച്ച് 400-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ഈ രാജ്യം ഭരിക്കുന്ന ഞാൻ ഒരളവോളം ദൈവമാണെന്ന് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോയ മോഡി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വന്ന അന്ന് വൈകിട്ട് നടത്തിയ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഓരോ പ്രസംഗം ആരംഭിക്കുന്ന 2 മുദ്രാവാക്യങ്ങളാണ് വിളിച്ചത്. ഒന്ന് അബ്കി ബാർ 400 പാർ, രണ്ടാമത്തേത് ജയ് ശ്രീറാം എന്നാണ്. ജൂൺ മാസം 4-ാം തീയതി വൈകിട്ട് ഏതാണ്ട് ഇതുപോലെ ഒരു 8-8:30 മണിക്ക് BJP കേന്ദ്ര കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ നരേന്ദ്രമോദി BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ ആ പ്രസംഗം ആരംഭിച്ചത് ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ടല്ല, പിന്നെയോ ജയ് ജഗന്നാഥ് എന്ന് വിളിച്ചുകൊണ്ടാണ്. ആരാണ് ജഗന്നാഥൻ? ജഗന്നാഥൻ പുരിയിലാണ്, പുരി ഒറീസയിലാണ്. BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടമുണ്ടായ സംസ്ഥാനമാണ് ഏത്? ഒറീസ. അപ്പൊ പിന്നെ മൂപ്പര് ദൈവത്തെ മാറ്റി പിടിക്കാണ്. ഒരാഴ്ച മുൻപ് വരെ ശ്രീരാമന് ജയ് വിളിച്ച ആൾ ആ രാംലല്ല പ്രതീക്ഷിക്കപ്പെട്ട അയോധ്യയിൽ BJP പരാജയപ്പെടുമ്പോ, സ്മൃതി ഇറാനി പരാജയപ്പെടുമ്പോ, കൂടെ ഉണ്ടായിരുന്ന 18ഓളം വരുന്ന കേന്ദ്രമന്ത്രിമാർ പരാജയപ്പെടുമ്പോ, നരേന്ദ്രമോദി വിദ്വേഷ പ്രചരണം നടത്തിയ മണ്ഡലങ്ങളിൽ ഒന്നൊന്നായി BJP പരാജയപ്പെടുമ്പോ, ഞാൻ ദൈവമാണ് എന്ന് മോദി പറയുമ്പോ പഞ്ചപുച്ഛമടക്കി മുൻപിൽ മിണ്ടാതിരുന്ന് കേട്ട ഈ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾ, ഗോദി മീഡിയ, അവരുടെ സ്ക്രീനിൽ ജൂൺ മാസം 4-ാം തീയതി ഉച്ചയ്ക്ക് 12:30 മണി വരെ വളരെ വിമ്മിഷ്ടത്തോടെ എഴുതി കാണിച്ചൊരു വാർത്ത എന്താണ്? വാരാണസിയിൽ അജയ് റായിയേക്കാൾ നരേന്ദ്രമോദി പിന്നിലാണ് എന്നാണ്. ഒടുവിൽ 1.5 ലക്ഷം വോട്ടിന് വിജയിച്ചു കയറിയ മോഡി വാരാണസിയിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞില്ല. ഉത്തർപ്രദേശ് എന്ന വാക്കുമിണ്ടിയില്ല. ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം വിളിച്ചില്ല. 400 പാറിനെ കുറിച്ച് കേട്ട ഭാവമേ വച്ചില്ല. എന്ന് വെച്ചാൽ ഒരു മനുഷ്യനാണ് മോഡി എന്ന്, അപരാജിതനല്ലെന്ന്, അജയ്യനല്ലെന്ന് ഇന്ത്യയിലെ ജനാധിപത്യത്തിന് ബോധ്യമാണ്. ഉസ്ക അഞ്ചാം ശായദ് പതാ നഹീ ഹൈ തുझे ദുനിയാ മേ ഓർ ഭി ലോഗ് ഥേ ജോ ഖുദ് കോ ഖുദാ കഹത്തെ ഥേ എന്നാണ്. അങ്ങനെയുള്ളവരുടെ പരിണാമത്തെ കുറിച്ച് നിനക്കറിയാഞ്ഞിട്ടാണ്. ലോകത്ത് ഞാൻ തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞ വേറെയും ആളുകൾ വന്നു പോയിട്ടുണ്ട്. ഫറോവയെ കുറിച്ച് കേട്ടിട്ടില്ലേ? ദൈവമുണ്ട് എന്ന് പറഞ്ഞ് മൂസാ നബി ആകാശ ലോകത്തേക്ക് വിരലുയർത്തിയപ്പോ ആകാശം തൊടുന്ന ഒരു കെട്ടിടം പണിതുയർത്തിയിട്ട് അത് കയറി പോകുമ്പോ, മൂസ ഈ കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഞാനൊന്ന് എത്തിക്കോട്ടെ, തിരിച്ച് ഞാൻ ഇറങ്ങി വരുമ്പോ നിന്റെ ദൈവത്തിന്റെ ഹൃദയത്തിലെ ചോര, ആ ചോരയുടെ ചുവപ്പ് ഫിർഔന്റെ ഉടവാളിന്റെ തുമ്പത്തുണ്ടാകും എന്ന് പറഞ്ഞ പടവുകൾ കയറിപ്പോയി ദൈവത്തെ കൊല്ലാൻ സാഹസപ്പെടാൻ മാത്രം ആത്മരതിയുടെ പരകോടിയിലായിരുന്നു ആര് നിന്നത്? ഫിർഔൻ നിന്നത്. ഫിർഔൻ ഇപ്പോഴും ഒരു ദൃഷ്ടാന്തമായി മാനവരാശിയുടെ മുന്നിലുണ്ട്. ചരിത്രം ഇതിനേക്കാൾ വലിയ ഏകാധിപതികളെ കണ്ടിട്ടുണ്ട്. അവരുടെ അശ്വമേധങ്ങൾ കണ്ടിട്ടുണ്ട്. ആ അശ്വമേധങ്ങൾ ആകെ തകർന്നു വീണത് ചുരുട്ടിപ്പിടിച്ച മനുഷ്യരുടെ കൈമുഷ്ടിയുടെ കരുത്തിന്റെ മുന്നിലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ മുസ്ലിം യൂത്ത് ലീഗുകാരുടെ ചുരുട്ടിപ്പിടിച്ച കൈമുഷ്ടികൾ ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന്, ഈ നാടിന്റെ ജനാധിപത്യത്തിന്, ഈ നാടിന്റെ മതനിരപേക്ഷതയ്ക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളെപ്പോലെ ഈ രാജ്യം എൻ്റെ രാജ്യമല്ല, ഞാൻ ഏത് നിമിഷവും പുറത്താക്കപ്പെടാവുന്നവനാണ് എന്ന് ഭയത്തോടെ ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിലെ പേടിക്ക് കാവലാണെന്ന്, അവരുടെ പ്രാർത്ഥനയുടെ കരുത്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചുരുട്ടിപ്പിടിച്ച കൈമുഷ്ടികളുമായി ആവേശത്തോടെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നിശബ്ദമായ 2ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാവുക. ലോകത്തെ ഏകാധിപത്യത്തിന്റെ കൊടിക്കൂറകളെല്ലാം തകർന്നു വീണതുപോലെ ഏറ്റവും സമീപമായ ഒരു ഭാവിയിൽ, ഒരുപക്ഷെ ഏറ്റവും അടുത്ത മാസങ്ങളിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം രാജിവെച്ചൊഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത വായിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ. അതോടെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനെതിരെ ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തുന്ന, സംഘപരിവാർ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്നേക്കുമായി അവസാനിക്കട്ടെ. കത്തുവയിലെ പെൺകുട്ടിയെ കുറിച്ച് സച്ചിദാനന്ദൻ എഴുതിയ കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അന്ന് ഞാൻ തിരിച്ചു വരും എന്നാണ്. തുമ്പികൾ അലഞ്ഞു തിരിയുന്ന പാപം മനുഷ്യരുടെ ചോരയ്ക്ക് ദാഹിക്കാത്ത, പൂക്കൾക്ക് ദംഷ്ട്രകളില്ലാത്ത മനുഷ്യരുടെ ചോരയ്ക്ക് തുമ്പികൾ ദാഹിക്കാത്ത, പൂക്കൾക്ക് പോലും ദംഷ്ട്രകളില്ലാത്ത സ്നേഹത്തിന്റെ ഒരു കാലത്ത്
ഞാൻ തിരിച്ചു വരുമെന്ന് ആ പെൺകുട്ടി പറഞ്ഞെങ്കിൽ അവളെപ്പോലെ ഈ തീവ്രവർഗീയതയുടെ ഇരകളായി കൊല്ലപ്പെട്ട, ആട്ടിയോടിക്കപ്പെട്ട എല്ലാ കുഞ്ഞുമക്കളുടെയും ഉറക്കത്തിൽ നിലാവിൻ്റെ വെളിച്ചം പരക്കുന്ന ഒരു ദിനം പുലരുന്നതുവരെ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിലാണ്. ആ പോരാട്ടത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് നമ്മൾ. അനീതിക്കെതിരെ, വേട്ടയാടലുകൾക്കെതിരെ അവസാനിക്കാത്ത തുടർച്ചയുള്ള ഒരു പോരാട്ടത്തിൻ്റെ പേരാണ് സ്വാതന്ത്ര്യ സമരം എന്നത്. അന്നിരൂപത്തൊന്നിൽ നമ്മൾ ഇമ്മലയാളത്തിൽ വെള്ളയോട് പിന്നെ വെള്ളക്കാരോട് എതിർത്തു എന്ന പേരിൽ കമ്പളത്തെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല, ആ കവിതയൊക്കെ പാടി പൊരുതിയ പൂർവികന്മാരുടെ പിന്മുറക്കാർക്ക് ആ പോരാട്ടത്തിൻ്റെ തുടർച്ചയാകാൻ കഴിയട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവസരോചിതമായ ഒരു ചടങ്ങിന് കൂടി വേദി സാക്ഷ്യം വഹിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അഭിമാനമായ വൈറ്റുകാട് ഈ കഴിഞ്ഞ ദുരന്തമുഖത്ത് വാഴക്കാട് നിന്ന് 3 വൈറ്റുകാടകങ്ങൾ വയനാട്ടിലും നിലമ്പൂരിലെ പോത്തുകല്ലുമായി സേവന നിരതരായിരുന്നു. അവരെ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി വേദിയിൽ ആദരിക്കുകയാണ്. ആദ്യമായി നമ്മുടെ പഞ്ചായത്ത് വൈറ്റുകാട് ക്യാപ്റ്റൻ കൂടിയായ സനീർ ഊർക്കടവ്, ദെൻ ഷബീർ വാഴക്കാട്, മുഹമ്മദ് അഹ്നാഫ്, 3 ആളുകളെയും മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ ഉപാധ്യക്ഷൻ പ്രിയങ്കനായ അഡ്വക്കേറ്റ് ഷിബു മീരാൻ സാഹിബ് സ്നേഹാദരവ് നൽകുന്നു. യൂത്ത് ലീഗ് ഭാരവാഹികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഷബീർ വാഴക്കാട്, മുഹമ്മദ് അഹ്നാഫ്, ഇനി അഭിവാദ്യ ഭാഷണമാണ്. അപ്പോൾ നമ്മുടെ സിദ്ദീഖ് മാഷ് സംസാരിക്കുന്നില്ല എന്ന് അറിയിച്ചു. മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറി പ്രിയങ്കനായ സഹപ്രവർത്തകൻ CK ഷാക്കിർ സാഹിബ് അഭിവാദ്യം പറഞ്ഞ് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഈ ചടങ്ങിന്